പരിശുദ്ധ റമളാൻ നമ്മളോട് ഇന്നത്തോടുകൂടെ ഈ വർഷത്തെ റമളാൻ വിട പറയുകയാണ്. പരിശുദ്ധ റമളാനിന്റെ നോമ്പ് 30 പൂർത്തിയാവലോടുകൂടെ വിശ്വാസികളായ നാം ഓരോരുത്തർക്കും വരുന്ന ഒരു വലിയ അമലാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. ഫിത്ർ സക്കാത്തിനെ കുറിച്ചിട്ട് നാം അറിയേണ്ട ചില കാര്യങ്ങൾ, നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ്, ആർക്കാണ്, ആർക്കൊക്കെയാണ്, എന്താണ്, എത്രയാണ് നൽകേണ്ടത്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പഠന ക്ലാസ് അറിവിനിലാവിന്റെ മജ്‌ലിസിലെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ മഹത്തായ മജ്‌ലിസിലെ പുറത്തൂര് എടക്കനാട് ദാറുൽ മുസ്തഫ കോളേജിലെ പ്രിയപ്പെട്ട ഉസ്താദ് മുദരിസ്, ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരനുമായ വലിയ പണ്ഡിതനും ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക്, ധാരാളം മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദ് നജ്മുദ്ദീൻ മിസ്ബാഹി പത്തപിരിയം ഉസ്താദ് അവറുകളാണ് ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സിനെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ധാരാളം പണ്ഡിതന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ലക്ഷദ്വീപിലടക്കം ഉസ്താദിന്റെ ശിഷ്യന്മാരെ പ്രവർത്തന സേവന പാതയിലായിട്ട് മഹല്ലുകളിലും പള്ളികളിലും ദർസ് രംഗത്തും വളരെ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകിയ വലിയൊരു പണ്ഡിതനാണ് ഉസ്താദ്. അള്ളാഹു ദീനി ഖിദ്മയിലായി ഇൽമിനെ ഖിദ്മത്തെടുക്കുന്ന മാർഗത്തിലായി അള്ളാഹു ഉസ്താദിനെ ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ ദാറുൽ മുസ്തഫ എന്ന ആ മഹത്തായ സ്ഥാപനത്തെ അള്ളാഹു ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തട്ടെ. അൽഹംദുലില്ലാഹ്, സ്ഥാപനത്തിന്റെ കാര്യദർശികള്, സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, സഹായികൾ, സ്നേഹികള്, അള്ളാഹു എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന്റെ ഉമ്മ ഉപ്പ കുടുംബങ്ങള് അള്ളാഹുൽക്കൊക്കെ വലിയ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഇനി സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഫിത്ർ സക്കാത്തിനെ കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് വളരെ വിശാലമായ രൂപത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു. വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, വളരെ സന്തോഷത്തോടെ ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് സഫ്വാൻ സഖാഫി പത്തപിരിയം, അറിയാത്തവർ ഇന്ന് കേരളത്തിൽ അല്ല പുറത്തും കുറവായിരിക്കും. ആ രൂപത്തിൽ അൽഹംദുലില്ലാഹ് അറിവിൻ നിലാവിലൂടെ വലിയ പ്രസിദ്ധി നേടിയ ഒരു യുവ പണ്ഡിതൻ. അവർ ഇന്ന് എന്നെ വിളിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോ അവരുടെ ആ ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഞാൻ ആവാമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ അറിവിൻ നിലാവിന്റെ ഈ പ്രോഗ്രാം ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് അല്ലാഹു തആല എത്തിക്കുമാറാവട്ടെ. നല്ല മദദുള്ള, ഇജാബത്തുള്ള നല്ല മജ്‌ലിസായിട്ട് അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. ഫിത്ർ സക്കാത്തിനെ പറ്റി പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിത്ർ സക്കാത്ത് നമുക്കൊക്കെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ കുലമാകുന്ന നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് പടച്ചുവിടുന്ന സമയത്ത് സാമൂഹികമായ ബന്ധങ്ങൾക്ക് ഇസ്ലാം വളരെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പരസ്പരം സഹായിക്കുക, അതിന് വളരെ വലിയ പ്രാധാന്യമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അത് പലതും നിർബന്ധമായി സഹായിക്കേണ്ടത്, പരസ്പരം സഹായിക്കേണ്ടത്, സഹകരിക്കേണ്ടതുണ്ട്.
ചിലതെല്ലാം ഐച്ഛികമായിട്ട് സുന്നത്തായിട്ട് മാത്രം ചെയ്യേണ്ടതായിട്ടും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഏതാവട്ടെ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമിൽ വളരെ വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള പരസ്പര സഹായത്തിന്റെ ഒരുപാട് വിവിധങ്ങളായ ഭാഗങ്ങൾ നമുക്കറിയാം. പരസ്വത്തിലുള്ള സക്കാത്തുകൾ, സ്വത്ത് സംബന്ധമായ ഒരുപാട് സക്കാത്തുകളുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ കർഷകരാണെങ്കിൽ നമ്മുടെ കൃഷികൾക്ക് സക്കാത്ത് കൊടുക്കണം. അതുപോലെ മറ്റുള്ള വസ്തുക്കൾക്ക് ഒരുപാട് നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. സ്വർണത്തിന്റെ സക്കാത്ത് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ ചർച്ചാ വിഷയം ഫിത്ർ സക്കാത്താണ്. അത് സ്വർണത്തിന്റെ സക്കാത്ത് അല്ല എങ്കിലും ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തും പലരും ചോദിച്ചൊരു ചോദ്യത്തിന് ഒരു മറുപടി, അഥവാ വീട്ടിൽ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട്, മക്കളുടെയും മരുമക്കളുടെയൊക്കെ, അതിന് സക്കാത്ത് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. ഫിത്ർ സക്കാത്തിന്റെ വിഷയത്തിൽ പെട്ടതല്ല. എന്നിരുന്നാലും സക്കാത്ത് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിന്ന് പറയേണ്ടതായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. സക്കാത്ത് ധരിക്കാൻ വേണ്ടി ഉള്ള ആഭരണങ്ങൾക്ക്, ധരിക്കാൻ വേണ്ടി വാങ്ങിയ ആഭരണങ്ങൾക്കൊന്നും സക്കാത്തില്ല. അത് എപ്പോഴും ധരിക്കുന്നില്ല ഉസ്താദെ, സൂക്ഷിച്ചു വെക്കുകയാണ്. എങ്ങോട്ടെങ്കിലൊക്കെ കല്യാണത്തിനോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിലോ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. ഇനി ചില സ്ത്രീകള് എപ്പോഴൊന്നും ധരിക്കൂല, ഒരു വള ഒന്നോ രണ്ടാഴ്ച ഇടും, എന്നിട്ട് ആ വള ഊരി വെക്കും, വേറെ വള ഇടും. ഇങ്ങനെ വളകൾ കുറെ ഉണ്ട്. ആ വളകൾ മാറി മാറി ഇങ്ങനെ ഇടാം, ഒക്കെ ഒന്നിച്ചിടുന്നില്ല. അങ്ങനെയാണെങ്കിലോ ശരി, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ അമിതമായി ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ധൂർത്തെന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ അതിന് മാത്രം വലിയ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടത് തന്നെയാണ്. ഇനി ചിലര് ആഭരണങ്ങളൊന്നും ധരിക്കുന്നില്ല, ഒന്നുമില്ല, അത് ബാങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക, അങ്ങനെയൊക്കെയാണ്, തീരെ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് സൂക്ഷിച്ചു വെച്ച സക്കാത്ത് മറ്റേ ആഭരണമായി കൂട്ടും, അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അത് ആഭരണത്തിന്റെ സക്കാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ യാദൃശികമായി എന്ന് പറഞ്ഞു പോയതാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഫിത്ർ സക്കാത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന സമ്പത്ത്, സ്വത്തുള്ള ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്ത് അത് സമ്പത്തിന്റെ സക്കാത്തല്ല, തടിയുടെ സക്കാത്താണ്. അത് നമ്മുടെ ശരീരത്തിന്റെ സക്കാത്താണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് കൊടുക്കുന്ന സക്കാത്ത് അതുകൊണ്ട് ശരീരം ഉള്ളതിന് അതിനുള്ള ഒരു നന്ദിയായിട്ട് ഈ ശരീരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ആരോഗ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് നിഅമത്തുകൾ പടച്ച റബ്ബ് നമ്മുടെ ശരീരത്തിൽ വെച്ച് തന്നിട്ടുണ്ട്. അതിനുള്ള ഒരു ശുക്ർ, നന്ദി എന്ന നിലയ്ക്കുള്ളതാണ്. അതിനുവേണ്ടി അല്ലാഹു തആല നിർബന്ധമായി വെച്ചതാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് ഒരുവിധം ആളുകൾക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന അവസ്ഥ തന്നെയാണുള്ളത്. അത് ഈ പെരുന്നാൾ ദിവസത്തിന്റെ ഈ പെരുന്നാൾ ദിവസത്തിന്റെ രാത്രിയുടെയും പകലുടെയും ഉദാഹരണം പറയും, ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ പെരുന്നാൾ ദിവസമായി. ഈ പെരുന്നാൾ ദിവസത്തിന്റെ രാത്രിയുടെയും പകലിന്റെയും ഈ രണ്ട് നേരം, രാത്രിയും പകലും, ഒരൊറ്റ ദിവസം 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിൽ അവന് ചെലവ് കൊടുക്കാൻ നിർബന്ധമായ ആളുകൾക്കുള്ള ചെലവിന് ആവശ്യമായ സമ്പത്ത്, പൈസ എത്രയാണോ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെ വീട്ടിലേക്കുള്ള ചെലവിന് എത്ര വേണം, അത് കഴിച്ച് വല്ലതും, പിന്നെ അവൻ അനുയോജ്യമായ വസ്ത്രം, അതുപോലെ അവൻ അനുയോജ്യമായ ഒരു വീട്, ഇത് കഴിച്ചിട്ട് വല്ലതും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവന് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും, ഒരാൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്, എന്നാൽ അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ? കടത്തെ തൊട്ടും അഭിഷേചിക്കണം, എന്നാലേ ഫിത്ർ സക്കാത്ത് ഉള്ളൂ. പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരാൾക്ക് ആകെ 10 സെന്റ് സ്ഥലം, അവനോട് ചോദിച്ച വീട്, അതിന്റെ അപ്പുറമൊന്നുമില്ല. ഈ 10 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് അതും ഈ വീടിന് അത്യാവശ്യമായതാണ്. ഇത് ഒരല്പം വിറ്റിട്ട് സക്കാത്ത് കൊടുക്കുക അത് പ്രയാസകരമാണ്. എന്നുവെച്ചാൽ അവന്റെ വീടിന് അത്യാവശ്യമായി നിൽക്കേണ്ടത് അതിന്റെ മുറ്റം, അതിന്റെ ഭാഗങ്ങളായിട്ടുള്ളത് മാത്രമാണ്.
അങ്ങനത്തെ ഒരു വീടും ഒരു 10 സെന്റ് സ്ഥലം മാത്രമേ അവനുള്ളൂ. പിന്നെയോ അവന് വേറെ കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല. അവനൊരുപാട് കടങ്ങളുണ്ട്. എന്നാൽ അവന് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമില്ല. അതേസമയം ഒരാൾക്ക് ഒരുപാട് സ്വത്തുകളുണ്ട്, കുറെ ഭൂസ്വത്തുകളുണ്ട്, പക്ഷേ കുറച്ച് കടങ്ങളുണ്ട്. ഉദാഹരണം പറയാം, ഒരു 10 ലക്ഷം രൂപ അവന് കടമുണ്ട്. അവൻ അത്യാവശ്യമുള്ള വീട് മറ്റുള്ളതൊക്കെ കഴിച്ചിട്ട് ഒരു 15 ലക്ഷത്തിനുള്ള സ്വത്ത് അവന്റെ പേരിലുണ്ട്. എന്നാൽ അവന് 10 ലക്ഷം കടമുള്ളൂ, 5 ലക്ഷം 4 ഇഷ്ടപ്പെട്ട സ്വത്തുണ്ടല്ലോ, അവന് ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കും. പറഞ്ഞതിന്റെ അർത്ഥം ആ സ്ഥലം വിറ്റോണമെന്നില്ല. അവൻ വേറെ കടം വാങ്ങിയിട്ടെങ്കിലും എന്ത് ചെയ്തോണം? ഫിത്ർ സക്കാത്ത് കൊടുത്തോണം. ഫിത്ർ സക്കാത്ത് അവന്റെ മേൽ നിർബന്ധമാണ്. അപ്പൊ കടത്തെ തൊട്ട് അവശേഷിച്ചാലേ ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ എവിടെയാണ്? അവന് ആവശ്യമായ അന്നത്തെ പെരുന്നാൾ ദിവസത്തെ ആ ചെലവും, അവൻ വസ്ത്രം, അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകളുടെ വസ്ത്രങ്ങള്, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ പാർപ്പിടം, അത് കഴിച്ചിട്ട് ബാക്കി ഉള്ളത് അതിനേക്കാളും അപ്പുറം കടമുണ്ടെങ്കിൽ അവന് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ ഒരുവിധം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന ആളുകൾ തന്നെയായിരിക്കും 90% ആളുകളും. 90% ആളുകളും ഇന്നത്തെ കാലത്ത് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവർ തന്നെയാണ്. അത് ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കണം. കൊടുക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട രൂപത്തിൽ തന്നെ കൊടുക്കണം. പലപ്പോഴും നമ്മളെ അതിനെക്കുറിച്ചുള്ള അറിവിന്റെ കുറവ് കാരണമായിട്ട് സക്കാത്ത് എങ്ങനെ കൊടുക്കണം, അത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവിന്റെ കുറവ് കാരണമായിട്ട് വലിയ അബദ്ധങ്ങൾ വന്നു പോകുന്നുണ്ട്. സക്കാത്ത് വീടാത്ത അവസ്ഥ വരുന്നുണ്ട്. ഞാനൊരു ക്ലാരിഭാഗത്ത് ദിവസം നടത്തുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ സക്കാത്തിനെ പറ്റി ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് കൈമാറലാണുള്ളത്, ഫിത്ർ സക്കാത്ത് അത് പോരെ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ആ പരസ്യങ്ങളൊക്കെ വളരെ വ്യാപകമായി ആ രൂപത്തിൽ നടക്കുന്നുണ്ട്. അഥവാ അയൽവാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. എന്റെ ഫിത്ർ സക്കാത്ത് എന്റെ തൊട്ടടുത്ത അയൽവാസികൾ കൊടുക്കുക, അവരുടെ സക്കാത്ത് എനിക്ക് തരിക, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു പരിപാടി അന്വേഷണം നോക്കുമ്പോൾ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും യഥാർത്ഥമായ രൂപത്തിൽ സക്കാത്ത് വീടുകയില്ല. കാരണം എന്തുകൊണ്ട്? സക്കാത്തിന്റെ അവകാശികൾ ആരെല്ലാമാണ്? ആ 8 അവകാശികൾ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമസ് സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും എന്ന് പറഞ്ഞിട്ട് വിശുദ്ധമായ ഖുർആനിൽ സക്കാത്തിന്റെ അവകാശികൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ അവകാശികൾക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. അവരല്ലാത്ത ആളുകൾക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വിടുകയില്ല. അപ്പൊ അയൽവാസികൾ പരസ്പരം കൈമാറുന്നത് ഈ തന്റെ സ്വന്തം അയൽവാസിയായ ആള് സക്കാത്തിന്റെ അവകാശിയാണോ? എന്നാൽ ലോക്കെ സക്കാത്ത് വിടും. എന്റെ തൊട്ടടുത്തുള്ള അയൽവാസിക്ക് ഞാൻ സക്കാത്ത് കൊടുക്കുന്നു, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു, അയാൾ സക്കാത്തിന്റെ അവകാശപ്പെട്ട ഫക്കീറാണ്, അല്ലെ മിസ്കീനാണ്, അല്ലെ മുഅല്ലഫത്ത് ഖുലൂബും പൊതുസ്ലാമികളായ ആളുകളാണ്, അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞവരാണ്, ഇതുപോലുള്ള ആളുകളാണ് എങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുത്താൽ വിടും. അതേസമയം അവർ അങ്ങനത്തെ അവകാശികളൊന്നും അല്ല, മറിച്ച് അവർ സമ്പന്നരായ ആളുകളാണ്. അങ്ങനത്തെ അയൽവാസിക്കാണ് ഞാൻ സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ സക്കാത്ത് വിടുകയില്ല. ഞാൻ സക്കാത്ത് യഥാർത്ഥത്തിൽ സക്കാത്ത് വീട്ടാത്തവനായി മാറും. അത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. കമ്മിറ്റിക്ക് കൊടുക്കുന്ന ഒരു പരിപാടി, സക്കാത്ത് കമ്മിറ്റിയിൽ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ആ സക്കാത്ത് കമ്മിറ്റിയിലേക്ക് കൊടുക്കുമ്പോഴും ഒരുപാട് അബദ്ധങ്ങൾ അവിടെ വന്നു പോകുന്നുണ്ട്. നമ്മുടെ സക്കാത്ത് പലപ്പോഴും വീടാതെ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊന്നും ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ അവസ്ഥക്കനുസരിച്ച് ഏറ്റവും നല്ലത് നമ്മളെ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ സക്കാത്തുകൾ കൊടുത്തു വിട്ടലാണ്. നമ്മുടെ സക്കാത്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കൊടുക്കലാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വേറെ ആരെയും ഏൽപ്പിക്കാതെ. ഇനി പറ്റും മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാൻ പറ്റും. അഥവാ ഞാൻ കൊടുക്കേണ്ട സക്കാത്ത് അത് ഇന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കല് അത് ഇസ്ലാമിൽ അനുവദിച്ച കാര്യമാണ്. അത് വക്കാലത്ത് എന്നാ പറയാ. അപ്പൊ അങ്ങനെ ഞാൻ ഒരാളെ കയ്യിൽ കാശ് ഏൽപ്പിക്കാൻ, മറ്റേ കാശല്ല, അരി വാങ്ങിയിട്ട് ഏൽപ്പിച്ചു, ഇത് ഇന്ന അവകാശികൾക്ക് നീ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ അവകാശികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ അവകാശികളെ കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ഏൽപ്പിക്കാം? അത് വക്കാലത്താണ്. അതിന് വക്കൽ തുകാനെ ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചു എന്ന് പറയുന്ന വക്കാലത്തിന്റെ പദം വേണം. കേവലം സക്കാത്ത് കമ്മിറ്റിന്റെ ആളുകൾ വന്ന് ഇങ്ങനെ പൈസ പലരും അങ്ങനെ ചെയ്യുന്നത്, കാശ കൊടുക്കുന്നുണ്ട് അല്ലേ? ഫിത്ർ സക്കാത്തിന്റെ മേൽ കാശ് കൊടുക്കാൻ. ഫിത്ർ സക്കാത്ത് ഏതാണ് കൊടുക്കേണ്ടത്? പണ്ട് ഇല്ല പറയുന്നുണ്ട്.
സക്കാത്ത് എന്താണ് കൊടുക്കേണ്ടത്? ആരെ തൊട്ടാണോ സക്കാത്ത് കൊടുക്കുന്നത് എങ്കിൽ അവരുടെ നാട്ടിലുള്ള സ്ഥിരമായി ആ നാട്ടുകാർ ഉപയോഗിക്കുന്ന ഭക്ഷണം ഏതാ? ആ ഭക്ഷണം ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ അരിയാണ് ഭക്ഷണം, സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭക്ഷണം അരിയാണ് എങ്കിൽ ആ അരിയായിരിക്കണം കൊടുക്കേണ്ടത്. ഫിത്ർ സക്കാത്ത് അതാണ് കൊടുക്കേണ്ടത്. ആ നാട്ടിൽ സാധാരണ നാട്ടുകാരായ ആളുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭക്ഷണം എന്തോ ആ ഭക്ഷണമായിരിക്കണം കൊടുക്കേണ്ടത്, സക്കാത്തായി കൊടുക്കേണ്ടത്. അതല്ലാത്തൊന്നും സക്കാത്ത് കൊടുത്താൽ ഷാഫി മദ്ഹബ് പ്രകാരം സക്കാത്ത് വിടുകയില്ല. ആ പണം കൊടുത്താൽ സക്കാത്ത് വിടൂല. ഗൾഫിലൊക്കെ വളരെ വ്യാപകമായി നടക്കുന്ന ഒരു പരിപാടിയാണത്, പൈസ കൊടുക്കുന്ന പരിപാടി സക്കാത്തിന് വേണ്ടിയിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ചിലരൊക്കെ ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് അല്ലെ കച്ചവടക്കാർ ബിസിനസ്സുകാരായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ സക്കാത്തിന്റെ അവകാശികളെ കണ്ടെത്തി എത്തിച്ചു കൊടുക്കാൻ പ്രയാസം വരും. ആ സമയത്ത് അവർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഏതെങ്കിലും ആളുകളെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ കാശ് കൊടുക്കും, എന്നിട്ട് പറയും സക്കാത്തിന്റെ അരി വാങ്ങിയിട്ട് അവകാശികൾക്ക് കൊടുക്കണം. അത് വക്കാലത്താണ്. അങ്ങനെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണെങ്കിൽ പറ്റും. അതല്ലാതെ സക്കാത്തിന്റെ അവകാശികൾക്ക് പണം കൊണ്ടുപോയി കൊടുക്കുക, ഫിത്ർ സക്കാത്തിന്റെ അരി കൊണ്ടുപോയി കൊടുക്കുന്നതിന് പകരം ആ അരിക്ക് വില വരുന്ന കാശ് കൊണ്ടുപോയി കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. ഇമാം ഷാഫി തങ്ങളുടെ അഭിപ്രായം അതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന് പണം കൊടുത്താൽ വീടുമെന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ ഷാഫി മദ്ഹബ് അനുസരിച്ച് പോകുന്ന നമുക്കൊരിക്കലും അത് മതിയാവുകയില്ല. അങ്ങനെ കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പണം കൊടുത്താൽ പോരാ. അപ്പൊ ചിലരൊക്കെ പറയാറുണ്ട്, ഉസ്താദ് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് അരിക്ക് ആർക്കും ആവശ്യമില്ല, ഇഷ്ടംപോലെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടാണ് അല്ലേ. ചുവന്ന കാർഡിന്റെ ആളുകൾക്ക് മഞ്ഞ കാർഡിന്റെ ആളുകൾക്കൊക്കെ അരി ഇഷ്ടം പോലെ കിട്ടിയിട്ട് അവരുടെ വീട്ടത്തെ ആവശ്യം കഴിഞ്ഞ് വേറെയുള്ളവർക്ക് വിറ്റ് കാശാക്കാണ്. ഇനിയിപ്പോ ഇവർക്ക് എങ്ങനെ അരി കൊണ്ടുപോയി കൊടുക്കണേ? അവർക്ക് അരിക്ക് ആവശ്യമില്ല എങ്കിലും അവകാശികൾ അവരാണ്, അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഒരു വിറ്റിട്ട് കാശാക്കിക്കോട്ടെ. അവകാശികൾക്ക് ഫക്കീർ മിസ്കീമാരായ ആളുകൾക്ക് നമ്മൾ സക്കാത്തിന്റെ അരി കൊണ്ടുപോയി കൊടുക്കുക. അവർക്ക് അരി കിട്ടിയാൽ ആ അരി അവർക്ക് വിറ്റ് കാശാക്കാം, വേറുള്ളവർക്ക് സ്വതക്ക കൊടുക്കാം. ആ സ്വതക്ക വാങ്ങുന്ന ആൾ മുതലാളി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഒരു ഫക്കീറായ മിസ്കീനായ ആളുണ്ട്, അയാൾക്ക് നമ്മൾ സക്കാത്തിന്റെ അരി കൊണ്ടുപോയി കൊടുത്തു. അയാൾ അതൊക്കെ വാങ്ങി. അയാളുടെ തൊട്ടടുത്തൊരു അയൽവാസി ഉണ്ട്, അയാൾ നല്ല സമ്പന്നനായ ആളാണ്. ഇയാൾ ഈ അരി കുറച്ച് അയാൾ കൊണ്ടുപോയി കൊടുത്തു, കുഴപ്പമില്ല. കാരണം അയാൾക്ക് കിട്ടിയ അവകാശം കിട്ടിയതിന് ശേഷം അയാൾ മറ്റൊരാൾ വിതരണം ചെയ്യലാണ്. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അവകാശികൾ അപ്പൊ അതിന്റെ അവകാശികൾ ആരാണോ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂ. വിശുദ്ധമായ ഹിജ്റയുടെ 2-ാം വർഷത്തിൽ വിശുദ്ധമായ റമദാൻ മാസം നിർബന്ധമാക്കിയിട്ടുണ്ട്. അന്ന് തന്നെ ഫിത്ർ സക്കാത്തും അല്ലാഹു തആല ആ വർഷം തന്നെ നിർബന്ധമാക്കി. എന്തിനു വേണ്ടിയാണ്? ഈ റമദാനിനെ അല്ലാഹു തആല സ്വീകരിക്കാൻ. ബഹുമാനപ്പെട്ട ഇമാം വഖീ തങ്ങൾ പറയുന്ന ഒരു വാക്ക് കാണാൻ, സക്കാത്തുൽ ഫിത്രി ലിശഹ്രി റമദാൻ കസജദത്തി തിലാവത്തി ലിസ്സലാത്ത്. നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദിനുള്ള സ്ഥാനം പോലെയാണ്. നോമ്പിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഫിത്ർ സക്കാത്ത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നഹാ മുതഖിറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസ്. നോമ്പുകാരായ ആളുകൾ ഒരിക്കലും അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, അനാവശ്യമായ സംസാരങ്ങൾ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. ഹറാം മാത്രമല്ല, ഇനി ചിലത് അനുവദനീയമായ സംസാരം തന്നെയാണ്, എന്നാലും വെറുതെ സംസാരിച്ചിരുന്നാൽ നോമ്പിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളുടെ നോമ്പ് മുറിയൂല. അതിൽപ്പെട്ടതാണ് സുഗന്ധം ഉപയോഗിക്കല്. നോമ്പ് മുറിയൊന്നുമില്ല, പക്ഷെ കറാഹത്താണ്, നോമ്പിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ വെറുതെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചിരിക്കുന്നു, എന്താ ദീനിലോ ദുനിയാവിലോ ഉപകാരമില്ലാത്ത സംസാരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകും. നോമ്പ് അതുകൊണ്ട് മുറിയൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ അരികിൽ നിന്നുണ്ടാകും. അത്തരമുണ്ടാകുന്ന ലഗബ് റഫസുകൾ അത് കാരണമായിട്ട് ഒരു പക്ഷേ നമ്മുടെ നോമ്പിന്റെ കൂലി നഷ്ടപ്പെട്ടേക്കാം. അത് നഷ്ടപ്പെടാതെ അതിനുള്ള പരിഹാര മാർഗമാണ് ഫിത്ർ സക്കാത്ത്.
അതുകൊണ്ടാണ് ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാം, വിശുദ്ധമായ റമദാൻ മാസം നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളൊക്കെ ഉയർത്തപ്പെട്ട് ആകാശത്തിന്റെ ഭൂമിന്റെയും ഇടയിൽ ഇങ്ങനെ നിൽക്കും. അല്ലാഹുവിലേക്ക് അങ്ങോട്ട് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയില്ല. നമ്മൾ എപ്പോഴാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്, ആ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടെയാണ് ആ നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നോമ്പിന്റെ കൂലി നമുക്ക് പരിപൂർണമായി കിട്ടണമെങ്കിൽ ഫിത്ർ സക്കാത്ത് വേണം. അപ്പൊ ആ ഫിത്ർ സക്കാത്ത് നമ്മൾ കൃത്യമായി കൊടുക്കണം. അത് കേവലം ഒരു ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലാണ് ചെയ്താൽ പോരാ. എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാകുന്നത്? റമളാനിന്റെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ചയുടെ മുതൽ അത് നിർബന്ധമായി. പിന്നെ ആ പെരുന്നാൾ ദിവസത്തിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായിട്ട് കൊടുക്കണം. അതാണ് അതിന്റെ സമയം. അഥവാ ഇന്നിപ്പോ റമദാൻ അവസാനമാണ്, റമദാൻ 30 ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ ഫിത്ർ സക്കാത്തിന്റെ സമയമായി. നാളെ പെരുന്നാൾ ദിവസമാണ്, നാളത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ ഫിത്ർ സക്കാത്തിന്റെ സമയം തീർന്നു. അതിന്റെ ഇടയിലാണ് അതിന്റെ സമയം. ഇനി നാളത്തെ അസ്തമയത്തിന് ശേഷമാണ് ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഫിത്ർ സക്കാത്ത് ഖളാ ആണ്, അതാ അല്ല. അപ്പൊ നാളത്തെ ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് ഖളാ ആയി പോയി, അത് ഖളാ ആണ്. ആ ഖളാ പിന്നെ പെട്ടെന്ന് തന്നെ ഖളാ വിട്ട നിർബന്ധമാണ്. കാരണം എന്തുകൊണ്ട്? കാരണം കൂടാതെ ഖളാ ആക്കിയതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഖളാ വിട്ട നിർബന്ധമാണ്. എന്നാലും പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിപ്പിക്കൽ കറാഹത്താണ്. അതുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുക്കലാണ് ഏറ്റവും സുന്നത്ത്. പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പായിട്ട് കൊടുക്കലാണ് ഏറ്റവും സുന്നത്ത്. എന്നാൽ അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മറ്റേ ഏറ്റവും നല്ല ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു അവകാശിയുണ്ട്. അയാൾ വരണമെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അയാളെ കിട്ടൂ. അല്ലെങ്കിൽ തൊട്ടകത്തുള്ള അയൽവാസിയുണ്ട്, അയാളെ കണ്ടു കിട്ടണമെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം കിട്ടുള്ളൂ. അതിനുശേഷം അയാൾ ഇവിടെ എത്തുകയുള്ളൂ. എന്നാൽ പെരുന്നാൾ നിസ്കാരത്തിൽ തൊട്ട് പിന്തിപ്പിക്കാൻ പറ്റുമോ? അതേ പിന്തിപ്പിക്കാം, അവിടെ കറാഹത്തില്ല. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി, അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി, കുടുംബക്കാരായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കാൻ പറ്റുമോ? നാളത്തെ സൂര്യാസ്തമിക്കുന്നതിന് തൊട്ട് പിന്തിപ്പിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. നാട്ടിൽ മറ്റുള്ള അവകാശികളായ ആളുകളുണ്ടെങ്കിൽ കൊടുക്കണം. അതേസമയം സക്കാത്ത് വാങ്ങാൻ ഒരു അവകാശികളായ ആളുകൾ ആരുമില്ല നാട്ടില്. നാളെയൊക്കെ എത്തുള്ളൂ. ഈ നാട്ടിൽ സക്കാത്തിന്റെ അവകാശികളാകെ 4-5 ആളുകളുണ്ട്. ആ ആളുകൾ ആരും നാട്ടിൽ ഇപ്പൊ നിന്നില്ല. അയാൾ നിന്ന് നാളെ സൂര്യാസ്തമയത്തിന് ശേഷം എത്തുള്ളൂ. എന്നാൽ നാളത്തെ സൂര്യാസ്തമയത്തെ തൊട്ട് പിന്തിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്തിപ്പിക്കൽ അനുവദനീയമാണ്. കാരണം എന്തുകൊണ്ട്? സക്കാത്ത് കൊടുക്കാൻ ആളില്ലല്ലോ. നമ്മളിവിടെ കൊടുക്കാൻ റെഡിയാണ്. സാധനം സ്വത്ത് മുതലൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ അവകാശങ്ങൾ ഇവിടെ എത്താത്തത് കൊണ്ട് നമ്മൾ കൊടുക്കാത്തതാ. അങ്ങനെയാണെങ്കിൽ ഹറാമ് വരികയില്ല. അപ്പൊ കാരണം കൂടാതെ പിന്തിപ്പിക്കലാണ് ഹറാം. കാരണം കൂടാതെ പിന്തിപ്പിക്കലാണ് കറാഹത്തുള്ളത്. ഇനി ആരെ തൊട്ടെല്ലാമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അവനെ തൊട്ട് സക്കാത്ത് കൊടുക്കണം. സ്വന്തം ശരീരത്തെ തൊട്ട് സക്കാത്ത് കൊടുക്കണം. അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ ആളുകളെ തൊട്ട് സക്കാത്ത് കൊടുക്കണം. ഭാര്യമാരെ തൊട്ട് കൊടുക്കണം. മക്കളെ തൊട്ട് കൊടുക്കണം. മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ മക്കളാണെങ്കിൽ ആ മാതാപിതാക്കളുടെ സക്കാത്ത് കൊടുക്കണം. അതെന്താ? മാതാപിതാക്കൾക്ക് സമ്പത്തൊന്നുമില്ല, സ്വത്ത് മുതലൊന്നുമില്ല, പാവങ്ങളാണ്. ഈ മകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാര്യയുടെയും മക്കളുടെയും ചെലവുകൾ കഴിച്ചിട്ട് ബാക്കി ഉണ്ടതാണ്. എന്നാൽ ഇവന്റെ മേൽ മാതാപിതാക്കളുടെ ചെലവ് കൂടി കൊടുക്കുന്ന നിർബന്ധമാണ്. അങ്ങനെയുള്ളവനാണെങ്കിൽ ഇവൻ സ്വന്തം മാതാപിതാക്കളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ഏതായാലും ഭർത്താവിന്റെ മേൽ മാത്രമാണ്. അപ്പൊ ഇനി ഭാര്യയ്ക്ക് ഒരുപാട് സ്വത്തുണ്ട്, ഭർത്താവ് മഹാ മിസ്കീനാണ്, ഒന്നുമില്ല. എന്നാൽ അവന് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള അവകാശവും ഇല്ല. ഭാര്യക്കാണെങ്കിൽ ഇഷ്ടം പോലെ സ്വത്ത് മുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിത്ർ സക്കാത്ത് ആരുടെ മേലാ കൊടുക്കൽ നിർബന്ധം? ആരുടെ മേലും നിർബന്ധമില്ല എന്നാണ് ഷാഫിഈ മദ്ഹബുള്ളത്. കാരണം എന്തുകൊണ്ട്? അവൾ പരിപൂർണമായും ഭർത്താവിനെ വഴിപ്പെടുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് അവളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ആരുടെ മേലാണ്? ഭർത്താവിന്റെ മേലാണ്. ഭർത്താവിന് ഇവിടെ എന്തില്ല? കാശില്ല, സമ്പത്തില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ മേൽ നിർബന്ധമില്ല. അതുകൊണ്ട് രണ്ടാളുടെ മേൽ നിർബന്ധമില്ല. എന്നിരുന്നാലും അവളുടെ സ്വത്തിൽ നിന്ന് അവൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ സുന്നത്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? അവരുടെ മേൽ നിർബന്ധം തന്നെയാണ് എന്ന് പറഞ്ഞ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരുടെ വാക്കിനെ കൂടി പാലിച്ചുകൊണ്ട് ഷാഫിഈ മദ്ഹബ് മുഅ്തമദായ അഭിപ്രായ പ്രകാരം അവൾക്ക് സ്വത്തും മുതലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ സ്വത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കൽ സുന്നത്താണ്. ഇനിയോ
പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഭർത്താവ് ചിലപ്പോൾ നാട് വിട്ടുപോയിട്ടുണ്ടാവും, ഒരു വിവരം ഭർത്താവിനെ കുറിച്ചില്ല. പലപ്പോഴും പലരും എന്നോട് ചോദിച്ച ചോദ്യമാണത്. ഭർത്താവ് നാട് വിട്ടുപോയതാണ്, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ ഏത് നാട്ടിലായി എവിടെയാന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെയാണ് എങ്കിൽ ആ സ്ത്രീ ജോലിക്ക് പോകുന്ന പെണ്ണാണ്. എന്നാൽ ആ പെണ്ണിന് ഒരുപാട് ജോലിയിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമില്ല. ഇനി ആ പെണ്ണിന് സ്വന്തം ചെലവിന് കാശ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. സ്വന്തം ചെലവ് കഴിയാൻ തന്നെ കാശില്ല. ആ രൂപത്തിലാണെങ്കിൽ സ്വന്തം ചെലവിന്റെ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിക്കൊണ്ട് അവൾക്ക് ചെലവ് നടത്താം, ഭർത്താവിന്റെ പേരിൽ കടം വാങ്ങാം. പക്ഷേ ഫിത്ർ സക്കാത്തിന്റെ പേരിൽ കടം വാങ്ങാൻ പറ്റില്ല. ഭർത്താവിന്റെ പേരിൽ കടം വാങ്ങിയിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ആ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ആരുടെ മേലാണ്? ഭർത്താവിന്റെ മേലാണ്. പക്ഷെ എപ്പോഴാണത് ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ഭർത്താവ് കൊടുക്കണമെന്ന് പറഞ്ഞത്? എപ്പോഴാണ്? ആ ഭാര്യ ഭർത്താവിന് പരിപൂർണമായും അനുസരിച്ച് നിൽക്കുന്ന പെണ്ണാകുമ്പോഴാണ്. പിണങ്ങിയ പെണ്ണാകുമ്പോഴല്ല. അതും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഭാര്യ ഇപ്പൊ പിണങ്ങി പോയിട്ടുണ്ടോ? പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഭാര്യ പിണങ്ങി പോയിട്ടുണ്ടോ? ആ പിണങ്ങിപ്പോയ ഭാര്യന്റെ ചെലവ് കൊടുക്കണോ ഉസ്താദേ? നോക്കണം, പിണക്കത്തിനുള്ള കാരണം എന്താണ്? ഇത് പറയുമ്പോ പലപ്പോഴും പല വിഷയങ്ങളും വലിയൊരു വിഷയം വരാറുണ്ട്. അതിന്റെ പേരിൽ ഭാര്യയുടെ പിണങ്ങിയ ഭാര്യയുടെ ചെലവിന്റെ വിഷയം. കുറെ മുമ്പ് പരപ്പനങ്ങാടി ഞാൻ ദർസ് നടത്തുമ്പോൾ അവിടുന്ന് ഒരു ചോദ്യം വന്ന് ഒരാള് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ, എന്റെ മോള് ചെറിയ ഭർത്താവിനെ വിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ മോൾ എനിക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ എന്റെ മോനും കൂടി പോയിട്ട് മോളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അവരിങ്ങോട്ട് തിരിഞ്ഞനെ നോക്കുന്നില്ല. ഓളെ ചെലപോലെ കുട്ടിന്റെ ചെലവൊന്നും അയാൾ തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അയാളെ ഫസ്ക് ചെയ്യാനുള്ള അധികാരമുണ്ടോ? കാരണം ചെലവിന് കിട്ടില്ലെങ്കിൽ ഭർത്താവിനെ ഫസ്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ടല്ലോ. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭർത്താവിനെ ഫസ്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കേണ്ടായി. ഞാൻ ചോദിച്ചു, ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊണ്ടുവന്നതിൽ ആരാ? ഞങ്ങൾ പോയിട്ടാണ് കൂട്ടിക്കൊണ്ടെന്നൊക്കെയാണ് ചെറിയ പ്രശ്നം ഉണ്ടായപ്പോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ സമ്മതം കൂടാതെ വന്ന പെണ്ണാണ് ഈ പെണ്ണ്. ഈ പെണ്ണിന്റെ ചെലവ് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല. കാരണം എന്തുകൊണ്ട്? പെണ്ണിന്റെ ഭാഗത്തോളം പിണക്കണ്ടായിട്ട് പിണങ്ങിപ്പോയതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് പറയുമ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഫിത്ർ സക്കാത്ത് അല്ലെങ്കിലും ഇടയ്ക്കൊരു സംശയം ഉണ്ടാകും. സംശയത്തിന് മറുപടി ആയിക്കോട്ടെ, ഉസ്താദേ, ഒരു പെണ്ണിന് ഭർത്താവിന്റെ വീട്ടിൽ വലിയ പീഡനങ്ങളാണ്, വിഷമങ്ങളാണ്, പ്രയാസങ്ങളാണ്. അങ്ങനെയാകുമ്പോ ചിലപ്പോ ഉദാഹരണം പറയണേ, ഇപ്പോ ഭർത്താവ് വേണ്ടി കത്തി എടുത്തിട്ടാണ്ട് കൊല്ലാൻ വേണ്ടിട്ട് വെട്ടാണ്ട് വരിക ഭാര്യനെ, ഭാര്യനെ വെട്ടാൻ വേണ്ടിട്ട് കത്തിയേറ്റ് വരികയാണ്. എന്താണ്? അന്ന് പിന്നെ ഇറങ്ങി ഓടണോ? അങ്ങനെ ഭർത്താവിന്റെ സമ്മതത്തിന് ആക്കാൻ പറ്റുമോ? അതവിടുന്ന് ഇറങ്ങി ഓട നിർബന്ധമാണ്. ആ ഓട്ടം ഓടി അങ്ങനെ എന്ത് ചെയ്തു? ഓളെ വെട്ടിക്ക് ഓടിപ്പോന്ന അവളെ ജീവ രക്ഷയ്ക്ക് വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ ഭാഗത്തോളം പിണക്കമില്ല. പക്ഷെ ഭർത്താവ് ഞാൻ അങ്ങനൊന്നും ചെയ്യൂല, ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് പോരാൻ നിർബന്ധവുമാണ്. അങ്ങനെയൊന്നുമില്ല. പലപ്പോഴും ഉണ്ടാവാറില്ല. എന്താ? അമ്മായിമാന്റെ എന്തെങ്കിലും കുത്തുവാക്കുണ്ടാവും, അല്ലെ നാത്തുമാരെന്തെങ്കിലും കുത്തുവാക്കുണ്ടാവും, അല്ലെ ഭർത്താവ് എന്തെങ്കിലും ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ടുണ്ടോ, ചിലപ്പോൾ ഒരാട്ടി കടിച്ചിട്ടുണ്ടോ. ഇതിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പോയിട്ട് മോളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്നതിൽ ഭർത്താവിന് ഒരിക്കലും ഇഷ്ടം ഉണ്ടാവൂല, ഒരു കുടുംബങ്ങൾക്കാർക്കും ഇഷ്ടം ഉണ്ടാവില്ല. നമ്മളത് പിടിച്ച് വലിച്ച് നിർബന്ധിച്ചാണ് കൊണ്ടുവരാൻ മോളെ. അങ്ങനെയാണെങ്കിൽ അത് പെണ്ണിന്റെ ഭാഗത്തോളമുള്ള പിണക്കമാണ്. ഇനി ഈ പെണ്ണിന് ഭർത്താവിന്റെ വീട്ടിൽ മാനസികമായി ഭയങ്കര വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഇസ്ലാം അതിനൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ പോയി കൂട്ടിക്കൊണ്ടല്ല, മറിച്ച് നമ്മുടെ കാദിയുടെ അരികിൽ ചെല്ലണം. എവിടുത്തെ കാദി? ഈ ഭർത്താവിന്റെ നാട്ടിലത്തെ കാദി. ഈ പെണ്ണ് ഏത് സ്ഥലത്താ നിൽക്കണ അവിടുത്തെ ആ നാട്ടിലെ കാദിന്റെ അരികിൽ ചെല്ലണം. എന്നിട്ട് കാദിയുടെ അരികിൽ ചെന്നിട്ട് വിഷയം പറയണം. എന്നിട്ട് കാദി സമ്മതം കൊടുത്തുന്നായിക്കോട്ടെ, അങ്ങനത്തെ വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ തൽക്കാലങ്ങൾ മോളങ്ങനെ കൊണ്ടേക്കോളി, സുരക്ഷിതത്തിന് വേണ്ടി കൊണ്ടേക്കോളി എന്ന് കാദിയുടെ സമ്മതപ്രകാരം കൊണ്ടുപോകണമെങ്കിൽ പിന്നെ പണക്കല്ല. അതേസമയം നമ്മൾ സ്വന്തമായിട്ടാണ് പോയിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പൊതുവെ വ്യാപകമായി നടക്കുന്ന ഒരു പ്രശ്നമാണത്. ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ബാപ്പയാല് ആങ്ങളാരോ ആരെങ്കിലും പോയിട്ട് പുതിയാപ്പനോട് 4 വർത്താനം പറഞ്ഞിട്ട് പെണ്ണിനെയും കൂട്ടി കൈ പിടിച്ചാണ് കൊണ്ടുവരും നമ്മള്. ആ ഭർത്താവ് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണിന്റെ ഭാഗത്തോളമുള്ള പിണക്കമായിട്ട് കൂട്ടും. അങ്ങനെ പിണങ്ങിപ്പോയ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യയുടെ ചെലവ് കൊടുക്കൽ ഭർത്താവിന്റെ മേൽ നിർബന്ധമില്ല. അങ്ങനെ ചെലവ് കൊടുത്തില്ല എങ്കിൽ അതിന്റെ മേൽ ഫസ്ഖ് ചെയ്യാൻ അധികാരമില്ല. ആ പെണ്ണിന്റെ ഫിത്ർ സക്കാത്ത് കൊടുക്കലും ഭർത്താവിന്റെ മേൽ നിർബന്ധമില്ല. പിന്നെ ആ ഫിത്ർ സക്കാത്തിന് ആരാ കൊടുക്കണ്ടേ? ആ പെണ്ണിന്റെ സ്വത്ത് മുതലുണ്ടോ കൊടുക്കാം.
അപ്പൊ ഉദാഹരണം പെണ്ണിന് കുറെ പണ്ട് മണക്കണ്ട് അല്ലേ, അത് പെണ്ണിന് വാപ്പ കൊടുത്തതല്ലേ, അപ്പൊ അത് വിറ്റോട്ടെ, ഫിത്ർ സക്കാത്ത് കൊടുത്തോട്ടെ. അത് ഭർത്താവിന്റെ മേൽ നിർബന്ധമില്ല. ഭർത്താവിന്റെ മേൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാവണമെങ്കിൽ ഭർത്താവിന് പരിപൂർണമായും വഴിപ്പെടുന്ന പെണ്ണാവണം. അപ്പോഴേ ഭർത്താവിനെ ഭാര്യയുടെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുകയുള്ളൂ. ഇനിയോ മക്കളുടെ സക്കാത്ത്, ചെറിയ മക്കളുടെ സക്കാത്ത് അത് ഉപ്പയുടെ മേലാണ് നിർബന്ധം. വലിയ മക്കളാണെങ്കിലോ അവർക്ക് അനുയോജ്യമായ ജോലിക്ക് പോകാൻ സാധിക്കുന്ന മക്കളാണ്, അങ്ങനെ പോകുന്ന മക്കളുമാണ്. എന്നാൽ അവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ബാപ്പയുടെ മേൽ നിർബന്ധമില്ല. ഇനിയോ അങ്ങനെയൊന്നും അല്ല. ഇവന് ജോലിക്ക് പോകാനുള്ള പ്രായമായിട്ടില്ല, ഇല്ലെങ്കിൽ പ്രായമൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഇവരോട് അനുയോജ്യമായ ജോലിയില്ല. ഉപ്പയുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്വത്തും മുതലുമുണ്ട് എങ്കിൽ ഈ വലിയ കുട്ടിയുടെ സക്കാത്ത് ഉപ്പ തന്നെ കൊടുക്കുന്ന നിർബന്ധമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അപ്പോ ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഫിത്ർ സക്കാത്ത് ആര് തന്നെ കൊടുക്കണം? ഉപ്പ തന്നെയാണ് കൊടുക്കേണ്ടത്. മാതാപിതാക്കളുടെ സക്കാത്തുമാര് കൊടുക്കണം, മക്കൾ കൊടുക്കണം. മാതാപിതാക്കൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള പണം അവരുടെ കയ്യിലില്ല. മക്കൾക്കുടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ ആ മക്കൾ ഉപ്പയുടെയും ഉമ്മയുടെയും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ്. ഉപ്പാന്റെ ഉമ്മാന്റെ കൂടി സക്കാത്ത് കൊടുക്കാൻ മാത്രമൊന്നുമില്ല. അതിന് മാത്രമല്ല, കുറച്ചേ ഉള്ളൂ. എന്നാൽ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഉപ്പാന്റെ സക്കാത്താണോ കൊടുക്കേണ്ടത്, അതല്ല ഉമ്മയുടെ സക്കാത്താണോ കൊടുക്കേണ്ടത്? അവിടെ ഉപ്പയുടെ സക്കാത്തിനെയാണ് മുൻഗണന. ചെലവിന്റെ അവിടെ അങ്ങനെയല്ല. ഇപ്പൊ ചെലവ് കൊടുക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഉപ്പാന്റെ ഉമ്മാന്റെയും കൂടി ചെലവ് കൊടുക്കാൻ മാത്രം ഞാൻ എടുത്തില്ല, ആരെയും ഒരാളെ ചെലവ് കൊടുക്കാനുള്ളൂ. എന്നാൽ അവിടെ ഉമ്മയുടെ ചെലവിനാണ് മുൻഗണന കൊടുക്കേണ്ടത് ഉപ്പയുടെ ചെലവിനേക്കാൾ. ഫിത്ർ സക്കാത്തിന്റെ അവിടെ ഉപ്പയുടെ സക്കാത്തിനാണ് ഉമ്മയുടെ സക്കാത്തിനേക്കാൾ മുൻഗണനയുള്ളത്. അതങ്ങനെയാണ്, ഫുഖഹാക്കൾ അങ്ങനെയാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ആരെ തൊട്ടെല്ലാമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അപ്പൊ മക്കളുടെ തൊട്ട് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഭാര്യ പ്രസവിക്കുന്നു, എപ്പോഴാ പ്രസവിക്കുന്നത്? ഇന്നത്തെ സൂര്യാസ്തമയത്തിന്റെ അല്പം മുമ്പാണ് ഭാര്യ പ്രസവിക്കുന്നതെങ്കിൽ ആ പ്രസവിച്ച കുട്ടിയെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇനി ഒരാൾ ഇന്നത്തെ അസ്തമയത്തിന് തൊട്ട് മുമ്പ് ഒരാൾ മരിക്കുന്നു, ആ മരിച്ച ആളെ തൊട്ട് ഒരിക്കലും ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം എന്തുകൊണ്ട്? ഇന്നത്തെ അസ്തമയത്തിന്റെ സമയം, ആ സമയത്ത് ഉള്ള ആളുകൾക്ക് സക്കാത്ത് നിർബന്ധമുള്ളൂ. ഇനി ഒരാൾ സൂര്യാസ്തമയം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ത്രീ എന്ത് പ്രസവിക്കുന്നത്, മാരിഭാഗം കൊടുത്തതിന് ശേഷം പ്രസവിച്ചത്, ആ കുട്ടിയെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ മരിക്കുകയാണ്, മഗ്‌രിബിന് ശേഷം മരിക്കുന്നു, അയാളെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കും വേണം. കാരണം എന്തുകൊണ്ട്? മഗ്‌രിബിന്റെ സമയത്ത് അയാൾ ഹയാത്തോടുകൂടെ ഉണ്ട്. മഗ്‌രിബിന്റെ സമയത്തോ ഈ പറയപ്പെട്ട ആളുകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഹയാത്തിലുണ്ടെങ്കിൽ അവരെ തൊട്ടൊക്കെ എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഇനി എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരു സ്വാഇ എന്ന് പറഞ്ഞാൽ 4 മുദ്ദ്. അത് എത്ര കിലോ ഉണ്ടോ ഉസ്താദേ? അത് അറിയില്ല. ഈ വിഷയം എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുറെ ആളുകൾ ഡൗട്ട് ചോദിക്കുന്ന ഒരു വിഷയമാണ്, കമന്റിൽ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുന്ന വിഷയമാണ്. ഉസ്താദ് ഇപ്പൊ പറയാൻ പോണ ഈ വിഷയം വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. നേരത്തെ ഉസ്താദ് പറഞ്ഞ ഈ വിഷയം നോട്ട് ചെയ്യേണ്ട വിഷയമാണ്. മഗ്‌രിബിന് ശേഷം ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട ആൾക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മഗ്‌രിബിന് ശേഷമാണ് ഒരു ഭാര്യ ഒരു പെണ്ണ് പ്രസവിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുമ്പാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി സക്കാത്ത് കൊടുക്കേണ്ട, ആ കുട്ടിക്കും സക്കാത്ത് കൊടുക്കണം. അപ്പോ അത് പ്രധാനപ്പെട്ട വിഷയം ഉസ്താദ് പറയണത്. ഇനി പിന്നെ കുറെ ഡൗട്ടുകൾ വരുന്നുണ്ട്, നോട്ടുകൾ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഗൾഫിലെ ആളുകൾക്ക് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ ഉസ്താദ് വിശദീകരിക്കും. ഇനിയിപ്പോ പറയാൻ പോണ വിഷയം നിങ്ങൾ ഒരുപാട് ആളുകൾ കമന്റിൽ ചോദിക്കണ ചോദ്യമാണ്. ഞാൻ കമന്റ് ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ഉസ്താദ് പറയാൻ പോണത്, വളരെ ശ്രദ്ധിക്കണം. അപ്പൊ എത്ര കൊടുക്കണം? ഒരു സ്വാഇ, അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഒരു സ്വാഇ എന്ന് പറഞ്ഞാൽ 4 മുദ്ദ. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അത് കിലോ എത്ര ആയിരിക്കും പറയാൻ പറ്റില്ല, എനിക്കറിയില്ല എന്നതിനെ പറ്റി പറയുള്ളൂ. കാരണം എന്തുകൊണ്ട്? ഞാൻ ഈ മുദ്ദിന്റെ പാത്രം ഇറങ്ങിയ ഉടനെ ഒരു പ്രാവശ്യം ഒരു കടയിൽ ചെന്ന് മുദ്ദിന്റെ പാത്രം എടുത്തിട്ട് ഞാൻ അളന്നിട്ട് ഒരു മുദ്ദിന്റെ പാത്രം എടുത്തിട്ട് അളന്ന് പല അരി എടുത്തിട്ട് ഞാൻ അങ്ങനെ അളന്നിട്ട് ഇങ്ങനെ തൂക്കി നോക്കി. പലതും പല വെയിറ്റ്. ഒരു മുദ്ദിന്റെ പാത്രം എടുത്തിട്ട് ഞാൻ അളന്ന് നോക്കി പല അരി പല വെയിറ്റാണ്. 800 വന്നതുണ്ട്, ഒരു മുദ്ദ് 800 വന്നതുണ്ട്, 900 വന്നതുണ്ട്, 650 വന്നതുണ്ട്, 720 വന്നതുണ്ട്. ഇങ്ങനെ പല അളവിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് അളവ് പറഞ്ഞതാണ്, അത് അളക്കാനേ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ ഒരു സ്വാഇ അഥവാ 4 മുദ്ദെന്ന് മുദ്ദിന്റെ പാത്രം കിട്ടും. എന്നാ പഴയ കാലത്തൊക്കെ പറയാറുണ്ടായിരുന്നു 2.5 അടങ്ങാഴിയെന്ന്.
അത് ഏറെക്കുറെ കറക്റ്റാണ്. എന്റെ വീട്ടിലെ ഇടങ്ങഴി വെച്ചിട്ട് ഞാൻ നോക്കി എല്ലായിടത്തും ഇടങ്ങഴികൾക്ക് വ്യത്യാസം ഉണ്ടോ ഇല്ല എനിക്ക് അറിയില്ല. ഉണ്ടാവൂല, സാധ്യത കുറവാണ്. ഇടങ്ങഴികൾ എല്ലായിടത്തും ഒരേ അളവിലാവണം ഉണ്ടാക്കാറുള്ളത്. എന്റെ വീട്ടിലെ ഇടങ്ങഴി വെച്ചിട്ട് ഇന്നും ഞാനൊന്ന് ഉറപ്പിരുത്താൻ വേണ്ടിട്ട് ഒന്നും കൂടി അളന്നു. ഞാനും കൂടി അളന്നു നോക്കി. 4 മുദ്ദെടുത്തിട്ട് എന്ത് ചെയ്തു, 4 മുദ്ദുകൾ എടുത്തിട്ട് ഇടങ്ങഴിക്കാൻ അളന്നു നോക്കിയപ്പോ പഴയ കാലത്ത് പറയുന്ന നമ്മളെ ആലിമ്യങ്ങളൊക്കെ പറഞ്ഞ കാര്യം വെരി കറക്റ്റ്. 2.5 ഇടങ്ങഴി കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2.5 ഇടങ്ങഴി ഒരു മുദ്ദ്, അത് കുറെയൊക്കെ നമ്മളെ പഴയ കാലത്ത് ആലിമ്യങ്ങൾ പറഞ്ഞത് കുറെയൊക്കെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തൂക്കം ഞാൻ ഇന്ന് വരെ ആരോടും പറയാറില്ല എത്ര തൂക്കമെന്ന്. പിന്നെ പണ്ട് കാലത്ത് മുദ്ദിന്റെ പാത്രം കിട്ടാത്ത സമയത്തൊക്കെ ഞാൻ പരപ്പനങ്ങാടിയിലൊക്കെ ദൃശ്യത്തും അന്നൊന്നും മുദ്ദിന്റെ പാത്രം ഒന്നും ഇറങ്ങിയിട്ടില്ല. ഈ ഇടങ്ങഴിയായിട്ട് കിട്ടാൻ പ്രയാസമാണ്. ആ സമയത്തൊക്കെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ ഒരു 3.5 കിലോ വാങ്ങിയാൽ കൊടുക്കും. കാരണം എന്താണ്ട് കൂടിക്കോട്ടെ, കുറയണ്ട. ചെറിയ 2.5 കിലോനൊക്കെ ആകുമ്പോ പ്രശ്നമാണ്. ഒരു 3.5 കിലോനൊക്കെ ഉണ്ടാകും, കുറച്ച് കൂട്ടിയാണ് കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുത്തല്. കാരണം എന്തുകൊണ്ട് ഒരു അരി ഇങ്ങോട്ടായാൽ കുറഞ്ഞു പോയാൽ അത് നമ്മളെ സക്കാത്തിനെ ബാധിക്കും. ഒരല്പം കൂട്ടിക്കൊടുത്തോളി. ഞാനപ്പോ ആ ഒരു സമയത്തൊക്കെ കുടുങ്ങിയ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന കഴിവിന്റെ പരമാവധി നമ്മൾ അളക്കാനുള്ള അവസരങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഒരു സ്വ ആണ് കൊടുക്കേണ്ടത്. അഥവാ 4 മുദ്ദ്. ഒരു സ്വ എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. അത് 2.5 ഇടങ്ങഴി എന്നുള്ളത് കുറെയൊക്കെ ഏറെക്കുറെ എന്റെ വീട്ടിലെ പാത്രം വെച്ച് നോക്കുമ്പോൾ കറക്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇടങ്ങഴികളുടെ കണക്ക് ഇങ്ങനെ എനിക്കറിയില്ല. ഇടങ്ങഴികൾ വ്യത്യാസം വരാറുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. തൂക്കത്തിനെ പറ്റി നമുക്ക് ഒന്നും ഒരു കറക്റ്റും പറയാൻ പറ്റാത്ത രൂപത്തിലാണുള്ളത്. അപ്പോ എത്ര കൊടുക്കണം എന്നുള്ളതിലുള്ള സംശയം ഏകദേശം തീർന്നിട്ടുണ്ടാവും അല്ലേ? അതിലാർക്കും ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ഇനി അത് എവിടെയാണ് കൊടുക്കേണ്ടത്? അപ്പൊ എന്താണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. ആ നാട്ടിൽ സ്ഥിരമായി എടുക്കുന്ന ഭക്ഷണം ആയിട്ട് ഉള്ള സാധനം പണം കൊടുത്താൽ പറ്റൂല. ആരെ തൊട്ടെല്ലാമാണ് കൊടുക്കേണ്ടത് അതും നമ്മൾ പറഞ്ഞു. എന്താണ് കൊടുക്കേണ്ടത് അതും നമ്മൾ പറഞ്ഞു. എത്രയാണ് കൊടുക്കേണ്ടത് അതും നമ്മൾ പറഞ്ഞു. ഇനി അത് എവിടെയാണ് കൊടുക്കേണ്ടത്? അത് എവിടെ കൊടുക്കണം? ആരെ തൊട്ടാണോ സക്കാത്ത് കൊടുക്കുന്നത് അവർ ഏതൊരു നാട്ടിലാണോ ഉള്ളെങ്കിൽ ആ നാട്ടിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഗൾഫിലുള്ള ആളുകളെ തൊട്ടുള്ള സക്കാത്ത് ഗൾഫിലായിരിക്കണം കൊടുക്കേണ്ടത്. ഷാഫി മദ്ഹബ് പ്രകാരം ഒരിക്കലും നാട്ടിൽ കൊടുത്താൽ പറ്റൂല. ഇനി ഭാര്യ പ്രസവത്തിന് അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അവളുടെ വീട്ടിൽ പ്രസവിച്ച് കിടക്കാണ്. ഒരു ഭാര്യയും 2 കുട്ടികളോടുണ്ട്. ബാക്കിയുള്ള 2 കുട്ടികൾ ഇവിടെയുണ്ട്. എന്നാ എന്റെയും എന്റെ ഇവിടെ വീട്ടിലുള്ള 2 മക്കളും ഇവിടെ കൊടുക്കണം. ഭാര്യന്റെ 2 മക്കളും അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഭാര്യയുടെ നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അത് ഇവിടെ കൊടുത്താൽ പറ്റൂല. നമ്മൾ സൂര്യാസ്തമയത്തിന്റെ സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. അത് പറയുമ്പോൾ നല്ല വ്യാപകമായി നടക്കുന്ന പ്രശ്നമുണ്ട്. ഉദാഹരണം പറയാം, 10 മിനിറ്റുകാരനായ ഒരാളാണ്. മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അയാൾക്ക് മഞ്ചേരി ഒരു കടയുണ്ട്. ആ കടയിൽ അയാൾ ജോലിക്കാരനാണ്. സൂര്യാസ്തമയത്തിന്റെ സമയത്ത് അയാൾ മഞ്ചേരിയിലാണെങ്കിൽ അയാളുടെ ഫിത്ർ സക്കാത്ത് മഞ്ചേരിയിൽ കൊടുക്കണം. ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായം. കൊടുത്താൽ പറ്റൂല. കാരണം സൂര്യാസ്തമയത്തിന്റെ സമയത്ത് അയാൾ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കണം സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഒരാൾ മഞ്ചേരിയിൽ എന്ത് ചെയ്തിട്ടാണ് സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ്. മഞ്ചേരിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. പെരുന്നാക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. അന്ന് മാസം കണ്ടു ചെയ്തു. സൂര്യാസ്തമയത്തിന്റെ സമയത്ത് അയാൾ മഞ്ചേരിയിലാണ്. അയാളുടെ ഫിത്ർ സക്കാത്ത് മഞ്ചേരിയിൽ കൊടുക്കണം. നാട്ടിൽ എന്നിട്ട് 10 മിനിറ്റ് എന്നിട്ട് കൊടുത്താൽ മതിയാകൂല. നാട്ടിനെ തൊട്ട് നീക്കുന്ന ചെയ്യലാണ്. ഷാഫി മദ്ഹബിലെ മുഅത്തമദ് പ്രകാരം പ്രശ്നം തന്നെയാണത്. അപ്പൊ ഇനി ഒരാളെ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിലോ ഉദാഹരണം കോഴിക്കോട്ട് നിന്ന് ഒരാൾ ഇങ്ങോട്ട് യാത്ര വന്നുകൊണ്ടിരിക്കുക നാട്ടിക്ക്. ബസ്സിലാണുള്ളത്. മാരിഭാഗം കൊടുക്കുന്ന സമയത്ത് അയാൾ കോഴിക്കോട്ട് നിന്ന് നേരിട്ട് മഞ്ചേരിക്കുള്ള ബസ് കയറിയതാണ്. മാരിഭാഗം കൊടുക്കുമ്പോൾ അയാൾ കൊണ്ടോട്ടിയിലാണുള്ളത്. ഞാൻ കൊണ്ടോട്ടി ഇറങ്ങി സക്കാത്ത് കൊടുക്കണോ? അവിടെ പണ്ഡിതന്മാർ കൊടുക്കണം. എവിടെയാണുള്ളത് അവിടെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ പ്രധാന ശിഷ്യനായ ബഹുമാനപ്പെട്ട സയ്യിദ് ബസരി തങ്ങൾ പറയുന്നു, അതൊന്നും വേണ്ട. അയാളുടെ ലക്ഷ്യം എങ്ങോട്ടാണ് ആ ലക്ഷ്യസ്ഥലത്തെത്തിയിട്ട് കൊടുത്താൽ മതി. മുസാഫിറാകുന്ന സമയത്ത് അയാൾ ആ മഗ്‌രിബിന്റെ സമയത്ത് അവരുടെ സഫർ എത്തിയ സ്ഥലത്ത് ഇറങ്ങിയിട്ട് കൊടുക്കുന്നതിൽ അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അവന്റെ ഉദ്ദേശ സ്ഥലത്ത് അവിടെ എത്തിയിട്ട് കൊടുത്താൽ മതി. കാരണം അവൻ ഇന്നൊരു ഉദ്ദേശം വെച്ചിട്ട്
വെച്ചിട്ടാണല്ലോ പോകുന്നത്, അവിടെ എത്തിയിട്ട് കൊടുത്താൽ മതി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബസരി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ പല പണ്ഡിതന്മാർ ഗണ്ണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ആലിമീങ്ങളെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിനാവോ, ഈ അവസാനത്തെ റമദാൻ 29 അങ്ങോട്ട് നോമ്പറക്കാനൊന്നും പോലും പോല. കാരണം എന്തുകൊണ്ട്, ചിലപ്പോൾ നമ്മൾ ഭാര്യമായിട്ട് നോമ്പറക്കാൻ പോയി അന്നത്തെ മാസം കണ്ട അവിടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പഴയ ആളുകൾ അതിൽ നിൽക്കൂല. അവര് പറയാറുള്ള എന്താണ്, പറ്റൂല അവസാനത്താണ്, ചിലപ്പോൾ മാസം കാണാൻ സാധ്യത ഉണ്ട്. ഷാഫി മതപ്രകാരം പ്രശ്നം തന്നെയാണ്. പിന്നെ അവിടെ ഉള്ളത് ഷാഫി മതബിലെ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു ഇമാമുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങള്. അഷ്ശാഫിഈ സാനി, രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങള്. അവർക്കൊരു അഭിപ്രായമുണ്ട്, അല്ല ഇങ്ങനത്തെ കുടുങ്ങിയ ഘട്ടത്തിൽ തൽക്കാലം അതേ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് മാറ്റിക്കൊണ്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കാം, സക്കാത്ത് നീക്കം ചെയ്യാൻ പറ്റും. നഖ്ലു സക്കാത്ത്, ആ സക്കാത്തിന്റെ സ്വത്തുണ്ടാവുമ്പോൾ അങ്ങനെ തന്നെയാണ്. സ്വത്ത് എവിടെയുള്ള അവിടെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണം മഞ്ചേരിയിലുള്ള ഒരു കച്ചവടക്കാരൻ, ആ കച്ചവടത്തിന്റെ സക്കാത്ത് മഞ്ചേരിയിലായിരിക്കണം കൊടുക്കേണ്ടത്, അത് നാട്ടിൽ കൊണ്ടൊന്നും കൊടുത്താൽ പറ്റൂല. ഗൾഫിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്, അയാളുടെ ബിസിനസിന്റെ ഗൾഫിലുള്ള കച്ചവടത്തിന്റെ സക്കാത്ത് ഗൾഫിലാണ് കൊടുക്കേണ്ടത്, ഇവിടെ കൊണ്ടൊന്നും കൊടുത്താൽ പറ്റൂല, നാട്ടിൽ കൊണ്ടൊന്നും കൊടുത്താൻ പറ്റൂല. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അയൽവാസികൾ നാട്ടുകാരിൽ ഒരുപാട് പണത്തിന് ആവശ്യമുള്ള ആളുകളുണ്ടാവും. ഗൾഫിൽ നമുക്ക് ആളുകളെ കണ്ടെത്തി കൊടുക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ ഈ അഭിപ്രായം പിടിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും ഫത്വ കൊടുക്കാറുണ്ട്. എന്ത് തൽക്കാലം നാട്ടുക നീക്കം ചെയ്യാം. അപ്പോ കുടുങ്ങിയ ഘട്ടത്തിൽ അപ്പോൾ ഉദാഹരണം പറയാം, യാത്രക്കാരനൊക്കെയാണ്, അതല്ലെങ്കിൽ നമ്മളിപ്പോ മഞ്ചേരിയിലേക്ക് സാധനം എടുക്കാൻ പോയതിന് അവിടെ നമ്മൾക്ക് സക്കാത്തിന്റെ ആളുകളൊക്കെ കണ്ടെത്തി കൊടുക്കാൻ പ്രയാസമാണ്. അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ വാക്ക് പിൻപറ്റിക്കൊണ്ട് നബി ഇമാമിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, നാട്ടിൽ കൊടുക്കാം. ആ ഒരു സമ്പ്രദായം ഗൾഫിലുള്ള ആളുകൾക്കും നാട്ടിൽ കൊടുക്കുന്നിടത്തും ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളെ പിടിച്ചുകൊണ്ട് ചെയ്യാം. നബി തങ്ങൾ പറഞ്ഞത് പ്രകാരം അപ്പൊ ഗൾഫിലുള്ള ആൾക്ക് നാട്ടിൽ കൊടുക്കാം. പക്ഷെ ഷാഫി മതപര പ്രബലമായ പ്രകാരം പറ്റില്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അവിടെ തന്നെ കൊടുക്കാൻ നോക്കുക. ഇനി ഒരു നിലക്കും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, വിഷമാണ്, പ്രയാസമാണ്. അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ വാക്ക് പിടിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നാട്ടിൽ കൊടുക്കുന്ന ഒരു മസാല നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താം. വന്നാൽ മാത്രം അത് ലാസ്റ്റാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാല് എപ്പോഴും മദ്ഹബിലുള്ള ഈ ചെറിയ ഇളവുകൾ ഉപയോഗപ്പെടുത്തുന്നത് അത് ഉചിതമായ കാര്യമല്ല. എപ്പോഴും ഒരു മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ആ മദ്ഹബ് അനുസരിച്ച് തന്നെ ആ മദ്ഹബിലുള്ള പ്രബലമായ പ്രകാരം തന്നെ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇനി അതാണ് ചിലരൊക്കെ പറഞ്ഞ ഗൾഫിൽ അവകാശികളില്ല. അതൊരു വെറും അർത്ഥാനം പറയാം. അവിടെ ഇഷ്ടംപോലെ അവകാശികളുണ്ട്, അവർ കാണാത്തോണ്ടാണ്, അവർക്ക് അതിന് മെനക്കെടാൻ കഴിയാത്തോണ്ടാണ്. അതൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ട്. ഞാനും ഗൾഫിലൊക്കെ വിസിറ്റിങ്ങിനൊക്കെ പോയേക്കാൻ എനിക്കും കുറെ അവിടുത്തെ അവസ്ഥകൾ അറിയാം. അപ്പൊ അവിടെയൊക്കെ നടക്കുന്നുണ്ട്, പാവങ്ങളുണ്ട്, അവകാശികളുണ്ട്, വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ കഴിവിന്റെ പരമാവധി അവിടെ തന്നെ കൊടുക്കാൻ അവസരമുണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. ഇനി അങ്ങനെ ഒരു നിലക്കുള്ള വളരെ വലിയ പ്രയാസമുണ്ട് എങ്കിൽ ഇമാം നബി തങ്ങളെ തഖ്രീദ് ചെയ്തുകൊണ്ട് തൽക്കാലം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് സക്കാത്ത് നീക്കാം. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ നാട്ടിൽ തന്നെ കൊടുക്കണം, ആ നാട്ടിൽ തൊട്ട് കഴിവിന്റെ പരമാവധി നീക്കം ചെയ്യാതിരിക്കുക. ഇനി പലപ്പോഴും ചോദിക്കാറുള്ള, ഇന്ന് പലരും ചോദ്യം വന്നിട്ടുണ്ട്, ഉസ്താദേ ഞങ്ങളുടെ മഹല്ലില് നല്ലൊരു തൊട്ടടുത്തൊരു മഹല്ലിന്റെ അപ്പുറത്തൊരു മഹല്ലാണ്, ആ മഹല്ലിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവിടെ മഹല്ലിനെ എല്ലാ പരിഗണന. ചിലപ്പോൾ വലിയൊരു നാടുണ്ടോ, ഉദാഹരണം പറയുകയാണെങ്കിൽ പത്തിപുരത്തിനാകെ സുന്നികൾക്ക് ഒരൊറ്റ മഹല്ലിനെ ഉള്ളൂ, പന്തപ്പള്ളി മഹല്ല്. ചില നാടുകൾ അങ്ങനെ വലിയ വിശാലമായ നാടായിരിക്കും. ആ നാടില് തെക്കേ ഭാഗത്ത് ഒരു പള്ളി ഉണ്ടാകും, അവിടെ ജുമാ കടക്കുന്നുണ്ടാവും, അവിടെ കുറച്ച് ആളുകൾ അവിടെ ഒരു മഹല്ല് തെക്കേ മഹല്ല് അറിയും. ഇപ്പുറത്ത് വേറെ വടക്ക് ഭാഗത്തൊരു പള്ളി ഉണ്ടാവും, അവിടെ വടക്കേ മഹല്ല് ഉണ്ടാവും, അല്ലെ? പടിഞ്ഞാറ് ഭാഗത്ത് പടിഞ്ഞാറ് മഹല്ല് ഉണ്ടാകും. ആ മഹല്ലുകൾക്ക് അതിനൊന്നും പ്രത്യേകിച്ച് പരിഗണന ഇസ്ലാമിലില്ല. അതൊക്കെ ഒരൊറ്റ നാടായിട്ടാണ് ആ നാടിന്റെ. അപ്പൊ പിന്നെ അവിടെ വേറൊരു ചർച്ച നടക്കുന്നുണ്ട്. പണ്ഡിതന്മാർ നമ്മളെ ഒരു നാടിന്റെ അതിർത്തിയിലുള്ളത്, ഒരു നാടിന്റെ ഉദാഹരണം പറയാം, ഒരു നാടിന്റെ അതിർത്തി ഒരു തോടാന്നൊക്കെ, ഈ തോടിന്റെ ഇക്കറുള്ള ആള് തൊട്ടപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ റോഡൊക്കെ ആയിരിക്കും, അല്ലെ? റോഡുണ്ടാവും ചിലപ്പോ രണ്ട് നാടിന്റെ അതിർത്തിയായിട്ട്. ഇപ്പൊ ഞങ്ങളെ പത്തുപുരത്തിന്റെ കാരക്കുന്നിന്റെ ഇടയ്ക്ക് ചെറിയ ഒരു തോടിന്റെ വ്യത്യാസമാണ്. ഇന്ന് ആ കാരക്കുന്നിന്റെ ഇങ്ങേ ഭാഗത്തുള്ള ആളുകളൊക്കെ പത്തുപുരത്ത് പന്തപ്പള്ളി മഹല്ലിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയാണ് എങ്കിൽ അവിടേക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റുമോ?
ഷാഫി മതപര പ്രബലമായ പ്രകാരം പറ്റില്ല. കാരണം അതൊരു മറ്റൊരു നാടാണ്. തൊട്ടടുത്ത അയൽവാസിയാണെങ്കിലും ശരി അവർക്ക് കൊടുത്താൽ പറ്റില്ല എന്ന് തന്നെയാണ്. അവിടെയും ബഹുമാനപ്പെട്ട മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാര് സയ്യിദ് ബസരി തങ്ങൾ തന്നെ അവിടെയും അഭിപ്രായം പറയുന്നുണ്ട്. അല്ല, അയൽവാസികളാകുന്ന സമയത്ത് അവിടെ പരിഗണിക്കാം, അത് നഖ്ലു സക്കാത്തിൽ പെടുകയില്ല എന്ന്. അപ്പോ അവിടെ ഈ പണ്ഡിതന്മാരെ ആരെങ്കിലൊക്കെ പിടിച്ചിട്ട് തൽക്കാലം നമ്മൾ അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. കഴിവിന്റെ പരമാവധി ഏതായാലും ഷാഫി മതപര പ്രബലമായ അഭിപ്രായ പ്രകാരം തന്നെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് തന്നെ ശ്രദ്ധിക്കാം. എന്ത് നാട്ടിൽ ഉള്ള ആ നാട്ടിന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം, കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഒരിക്കലും മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാതിരിക്കാനാണ് നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കേണ്ടത്. ഇനി കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം കൊടുക്കേണ്ടത്? കൊടുക്കുന്ന സമയത്ത് നീയത്ത് ചെയ്യണം. നമ്മൾ എന്താ നീയത്ത് ചെയ്യേണ്ടത്? ഇത് എന്റെ ഫിത്ർ സക്കാത്താണ് നീയത്ത് ചെയ്യണം. ഇതെന്റെ നിർബന്ധമായ ഫിത്ർ സക്കാത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? ഫിത്ർ സക്കാത്ത് നിർബന്ധമേ ഉള്ളൂ. സാർ പിന്നെ നിർബന്ധം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതെന്റെ ഫിത്ർ സക്കാത്താണെന്നുള്ള നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുക. അത് ആ നീയത്തിന് എപ്പോഴാണ് ചെയ്യേണ്ടത്? നീയത്ത് എപ്പോൾ ചെയ്യണം? നമ്മൾ അങ്ങാടിയിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ടിരുമ്പോ സക്കാത്ത് എടുക്കാനുള്ള അരിയാണ് വിചാരിച്ച് വാങ്ങിക്കൊണ്ടെന്ന് പിന്നെ ഇന്ന് അങ്ങനെ അളന്നു കൊടുത്ത് ഓരോ ആളുകൾ വന്നപ്പോ മതിയൂല. അതുപോരാ. മറിച്ച് ഒന്നുകിൽ സക്കാത്തിന്റെ അരി നമ്മളിങ്ങോട്ട് മാറ്റി വെച്ച് അളന്നിങ്ങനെ വെച്ച്, ഉദാഹരണം പറയാണ്, നമ്മുടെ വീട്ടില് ഒരു 3 അംഗങ്ങളുണ്ട്, ഓരോരുത്തർക്ക് ഓരോ സ്വായ വീതം നമ്മളിങ്ങനെ അളന്നിങ്ങനെ വെച്ച് അളന്ന് മാറ്റി വെച്ച് ഈ മാറ്റി വെച്ചതൊക്കെ ഫിത്ർ സക്കാത്താവും. ഓക്കെ, ഇനി അതിന് അങ്ങനെ ആളുകൾ വരുമ്പോൾ കൊടുക്കാം. അളന്ന് വെച്ചതിന് ശേഷം. അതല്ലാതെ കുറെ അരിയും സാധനങ്ങളൊക്കെ പാടും നമ്മളിങ്ങനെ ആകുമ്പോ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുമ്പോ നമ്മൾ പറഞ്ഞു ഫിത്ർ സക്കാത്ത് കൊടുക്കാണ്ട് ഫിത്ർ അരി കൊടുക്കാനുള്ള അരിയാണെന്ന് പറഞ്ഞ് കുറെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു. അത് ഫിത്ർ സക്കാത്തിന് ആവശ്യമുള്ളൂ, അതിന്റെ അപ്പുറമുള്ള ഒക്കെ ഉണ്ടാവും. അതേസമയം നമ്മൾ അവിടുന്ന് വാങ്ങുമ്പോ തന്നെ കറക്റ്റ് ചെയ്തിട്ട് അളന്നിട്ടാണ് ഒരു സോയ് ഇതിന്റെ ഉമ്മാക്കുള്ളത്, ഒരു സോയ് ഇതിന്റെ വാപ്പാക്കുള്ളത്, ഒരു സോയ് എനിക്കുള്ളത് എന്നിങ്ങനെ വീട്ടിൽ 5-6 ആളുകൾക്കുള്ളതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു വാങ്ങി അത് തൂക്കി അതിന്റെ വില കൊടുത്ത് എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇത് ഫിത്ർ സക്കാത്താകുന്നു. മതി. അറുതെ സക്കാത്തിന്റെ കറക്റ്റ് അളന്ന് റെഡിയാക്കിയതാണ്. ഇതിൽ നിന്ന് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ ഫിത്ർ സക്കാത്തിന്റെ പ്രത്യേകിച്ച് സക്കാത്ത് നമ്മൾ നിയത്ത് വെച്ചോളുന്നില്ല. ഇല്ല എങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് അളന്നിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിയത്ത്. അപ്പൊ ഒന്നുകിൽ ഈ ആളുകൾക്ക് അവകാശികൾക്ക് കൊടുക്കുന്ന സമയത്ത് നിയത്തക്കണം, ഇല്ലെങ്കിൽ ഈ അരി നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ നിയത്തക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നഖ്ലു സക്കാത്തിന് നീക്കം ചെയ്യാൻ പറ്റുമോ? അവിടെ ഒരു വിഷയം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. അഥവാ നഖ്ലു സക്കാത്ത് നീക്കം ചെയ്യുന്ന പറയുമ്പോൾ എപ്പോഴാണ് വരിക? അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ്. അതേസമയം ആ നാട്ടിലെ ആൾ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറയാം, എന്റെ വീട്ടിലേക്ക് തൊട്ടടുത്ത നാട്ടുകാരനായ ഒരാൾ വന്നു, മറ്റേ നാട്ടുകാരനായ ആൾ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ ഫിത്ർ സക്കാത്ത് അരി എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമല്ല, അത് നഖ്ലു സക്കാത്തിന്റെ കൂട്ടത്തിൽപ്പെടുകയില്ല. അത് ഷാഫി മത പ്രകാരം തന്നെ പ്രബലമായ രൂപത്തിൽ തന്നെ വേറെ മാറ്റത്തെ ആളാണ് നമ്മൾ നാട്ടിൽ. ഉദാഹരണം പറയാം, ഇന്നത്തെ മഗ്‌രിബിന് ശേഷം ഒരാളിപ്പോ മഞ്ചേരിയുള്ള ഒരാൾ എന്റെ വീട്ടിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഫിത്ർ സക്കാത്തിന്റെ അരി എടുത്തിട്ട് അയാളെ കയ്യിൽ എന്ത് ചെയ്തു? കൊടുത്തു വിട്ടു. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി അയാൾ വന്നിട്ടില്ല, അയാൾ വേറെ ആളെ പറഞ്ഞയച്ചു, അതിനുണ്ടാവും. അപ്പൊ ഇന്റെ സക്കാത്തിന്റെ അരി മിസ്ബാഹിന്റെ അടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞയച്ചു. അതിന് ആ നാട്ടിലായാലും വേണ്ടിട്ടില്ല, ഈ നാട്ടിൽ ആളായാലും വേണ്ടില്ല, അയാള് വക്കീലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അയാൾക്ക് കൊടുത്തയച്ചു. അങ്ങനെയാണെങ്കിലും നഖ്ലു സക്കാത്ത് വരില്ല, പ്രശ്നമില്ല. അതേസമയം ഞാൻ എന്റെ സക്കാത്ത് എടുത്തിട്ട് ഒരാളോട് പറയാണ്, മുറിയാറെ വിളിച്ചിട്ട് മുറിയാറെ അരി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണേ വീട്ടില്, എന്നാൽ അതെന്തായാലും ഒരിക്കലും പാടില്ല. അത് നഖ്ലു സക്കാത്തിന്റെ കൂട്ടത്തിൽ. അപ്പൊ നമ്മളോ നമ്മുടെ വക്കീലായ ആളുകളോ കൊണ്ടുപോകാൻ പാടില്ല. അവരോ അവരുടെ വക്കീലന്മാരായ ആളുകളോ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത് നഖ്ലു സക്കാത്തിൽ പെടുകയില്ല. അത് കുഴപ്പമില്ല. ഇത്രയുമാണ് എന്റെ ഓർമ്മയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സംശയമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലൊക്കെ സംശയം ഉള്ളത് പ്രത്യേകിച്ച് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാവുന്ന ചോദിക്കാവുന്ന. നീയത്ത് വെക്കേണ്ടത് അത് ആര് വെക്കണം? ഇത് നമ്മൾ അളന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെയും അരി നമ്മളിങ്ങനെ അളന്ന് വെച്ചു. ഉമ്മാന്റെ അളന്ന് വെച്ചു, ഉപ്പാന്റെ അളന്ന് വെച്ചു, അങ്ങനെ എല്ലാവരും അളന്ന് വെച്ചു. ഇങ്ങനെ അളന്ന് വെക്കുമ്പോ ഇതാരാണ് നീയത്ത് വെക്കേണ്ടത്? ഓരോ വ്യക്തികളും കൊടുക്കണം. അത് വേണ്ട, അത് ചെറിയ കുട്ടികളൊക്കെ സക്കാത്ത് നമ്മളെ കൊടുക്കണ്ടേ? അത് നമ്മൾ തന്നെയല്ലേ അവിടെ നീയത്ത് വെക്കേണ്ടത്. അപ്പൊ ആരാണോ സക്കാത്ത് കൊടുക്കുന്ന ആള് അയാള്. ഉദാഹരണം പറയാം, എന്റെ വീട്ടിലെ സക്കാത്ത്, എന്റെ ഭാര്യന്റെ മക്കളുടെ ഒക്കെ സക്കാത്ത് കൊടുക്കുന്ന ആള് ഞാനാണ്. അപ്പൊ ഞാനാണ് നീയത്തേണ്ടത്. അത് ഭാര്യ നീയത്തച്ച പോരാ, ഭാര്യ നീയത്തച്ച പോരാ, ഉമ്മ നീയത്തച്ച പോരാ. അത് ഉമ്മാന്റെ സക്കാത്ത് കൊടുക്കുന്നത് ഞാനാണ്, ഭാര്യയുടെ സക്കാത്ത് കൊടുക്കുന്നത് ഞാനാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഭാര്യയെ ഏൽപ്പിക്കണം.
എന്ത് അവകാശികൾ വരുമ്പോ നീയത്ത് വെച്ചിട്ട് നീ എന്ത് സക്കാത്ത് കൊടുത്തോ എന്ന് പറഞ്ഞ് നീയത്ത് വെക്കാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഭാര്യയെ ഏൽപ്പിക്കണം, അല്ലെ ഉമ്മയെ ഏൽപ്പിക്കണം. എന്നിട്ട് അവർ നീയത്ത് വെച്ചുകൊണ്ട് എന്ത് കൊടുക്കാം. അപ്പോ കൊടുക്കൽ നിർബന്ധമായ ആളാരാണോ അവരാണ് നീയത്ത് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ അവർ ഏൽപ്പിക്കുന്ന ആളാണ് നീയത്ത് വെക്കേണ്ടത്. ഇനി എന്തെങ്കിലും സംശയം കണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അങ്ങനെ ഒന്നുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ട സമയം ഞാൻ പറഞ്ഞു, നിർബന്ധമാകുന്നത് ഇന്നത്തെ മഗ്‌രിബോടുകൂടെയാണ് നിർബന്ധമാകുന്നത്. നാളത്തെ മഗ്‌രിബ് വരെയാണ് സമയം. എന്നാൽ റമദാൻ 1 മുതൽ തന്നെ കൊടുക്കാൻ അനുവദനീയമാണ്. അങ്ങനെ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയമുണ്ട്. അപ്പൊ റമദാൻ 1 മുതൽ കൊടുക്കൽ അനുവദനീയമാണ്, കുഴപ്പമില്ലാത്ത സക്കാത്ത് നേരെ പറയാം, സക്കാത്തിനുള്ളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ വിഷയമുള്ളൂ, എന്ത്, ഈ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്തും അയാൾ സക്കാത്തിന്റെ അവകാശിയായിട്ട് ജീവിച്ചിരിപ്പുള്ള ആളായിരിക്കണം. അപ്പൊ ഒന്നുകിൽ ഞാൻ സക്കാത്ത് കൊടുത്തു, നാട്ടിലൊരു പാവപ്പെട്ട ആൾക്ക് സക്കാത്ത് കൊടുത്തതായിരുന്നു, അയാൾക്ക് റമദാൻ എല്ലാവരും കൂടി ഇങ്ങനെ സക്കാത്ത് സ്വത്തിന്റെ മറ്റുള്ളതിന്റെ ഒക്കെ പാട് സക്കാത്ത് കൊണ്ടുപോയി കൊടുത്ത് റമദാൻ ലാസ്റ്റ് ആയപ്പോ അയാൾ ഒരു സമ്പന്നനായി മാറി. എന്നാൽ ആ സക്കാത്ത് വീടുകയില്ല. അപ്പൊ പിന്നെ നമ്മൾ വേറെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ കൊടുത്ത സക്കാത്ത് അവന്റെ അടുത്ത് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? ആണല്ലോ ചിന്തിക്കാം, അല്ലെ? നമ്മൾ വേറെ സക്കാത്ത് കൊടുക്കണം, നമ്മളെ സക്കാത്ത് വിടും, നമ്മൾ വേറെ സക്കാത്ത് കൊടുക്കണം. എന്നാൽ അത് സക്കാത്ത്, കൊടുത്ത സക്കാത്ത് ഇങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞ എന്താ, ഇതിന്റെ ഫിത്ർ സക്കാത്ത് ആണെന്ന് പറഞ്ഞിട്ടാണ് അവന് കൊടുത്തത്. കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫിത്ർ സക്കാത്താണോ എന്ന് പറഞ്ഞിട്ടാ കൊടുത്തത്. അങ്ങനെയാണ് എങ്കിൽ അത് തിരിച്ചു വാങ്ങാം. കാരണം അവൻ സക്കാത്തിന് അവകാശമില്ല എന്ന് ഓനെ മനസ്സിലായല്ലോ. അതേസമയം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വാങ്ങാൻ പറ്റൂല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ നിയത്ത് വെച്ച് അങ്ങനെ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ശരി അത് തിരിച്ചു വാങ്ങാം. ഞാൻ ഫിത്ർ സക്കാത്ത് നിലക്ക് തന്നതായിരുന്നു. ഇപ്പൊ മുതലാളിയായ റമദാൻ കഴിഞ്ഞ് ഇന്നത്തെ സൂര്യാസ്തമിച്ചപ്പോ തന്നെ മുതലാളിയായിട്ടുണ്ട്, അതുകൊണ്ട് അത് ഫിത്ർ സക്കാത്ത് നിലക്ക് എനിക്ക് തന്നായിരുന്നു, അത് കണ്ട് തിരിച്ചു തന്നളാ എന്ന് പറഞ്ഞ് തിരിച്ചു വാങ്ങാം. അപ്പൊ ഇനി അയാൾ ആ അരി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലോ ഉണ്ടാവല്ലോ, ആ അരി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ അരി അങ്ങനെ തന്നെ അവന് കൊടുക്കണം. ഇനി ആ അരി അവൻ ഭക്ഷണം വെച്ച് തീർന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ മിഥില് എന്തരിയാണോ കൊടുത്തത് അതിനോട് തുല്യമായ അരി അവൻ ഇങ്ങോട്ട് വാങ്ങി കൊടുക്കണം. അതാണ് അതിന്റെ മസലയുള്ളത്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതാണ്. നമ്മൾ കൊടുത്ത ആളുകള് സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അതിന്റെ അവകാശിയായിട്ട് അവർ ജീവിച്ചിട്ടുള്ള ആളായിരിക്കണം. അയാൾ മരിച്ചാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സക്കാത്ത് കൊടുത്ത ആൾ മരിച്ചു, എന്നാലും ആ സക്കാത്ത് വീടുകയില്ല. സക്കാത്ത് നമ്മൾ വേറെ കൊടുക്കണം. കാരണം എന്തുകൊണ്ട്? സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് അയാൾ അവകാശമില്ല. അപ്പൊ അയാളെ മക്കളെ കണ്ട, അയാളെ മക്കൾ പാവങ്ങളാണ്, അവകാശികളാണ്, ഭാര്യയാണുള്ളത്, വിധവയാണ്, ആയിക്കോട്ടെ, സക്കാത്ത് കൂടൂല. അല്ല, സക്കാത്ത് നമ്മൾ ഇവിടെ ആർക്കാ കൊടുത്ത? ഭാര്യക്കല്ല കൊടുത്ത, ഇയാൾക്ക് കൊടുത്ത. ഇയാൾക്ക് കൊടുത്തതുകൊണ്ട് ഇയാൾ ആ സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് സക്കാത്ത് വേറെ. അപ്പൊ ഇനി ഈ ഭാര്യന്റെ അടുത്ത് തിരിച്ചു വാങ്ങാൻ പറ്റുമോ? തിരിച്ചു വാങ്ങാൻ പറ്റും. അവിടെ തിരിച്ചായിട്ട് അങ്ങോട്ട് തന്നെ വേണമെങ്കിൽ കൊടുത്തോളി, സക്കാത്തിന്റെ അവകാശമാണ് വേറെ. കൊടുത്ത സക്കാത്ത് തിരിച്ചു വാങ്ങണം. നമ്മുടെ സ്വത്തായതിനു ശേഷം നമുക്ക് അത് എന്ത് ചെയ്യാം? തിരിച്ചുകൊണ്ടും അങ്ങോട്ട് സക്കാത്തായിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. ഇതാട്ടെ സക്കാത്തായി അങ്ങനെ. ഇനി എന്ത് പ്രത്യേകിച്ച് ചോദിച്ചോ? അങ്ങനെ ഏറ്റവും ഉത്തമം എന്തേ ഉള്ളൂ വെച്ചാല് നിർബന്ധമാകുന്നത് സൂര്യാസ്തമയത്തോടു കൂടെ. നാളത്തെ പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമ തക്ബീർ ചെല്ലുന്നതിന് മുമ്പായിട്ട് കൊടുക്കലാണ് ഉത്തമം. അത് റമദാൻ 1 മുതൽ തന്നെ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ഉത്തമത്തിന് കേടില്ല. ഈ ഒരൊറ്റ പ്രശ്നമോടുള്ളൂ. ഈ ഒരു പ്രശ്നം ഷർത്തോടെ റെഡിയാണോ എന്ന ഉത്തമത്തില് അതിന്ന് മഗ്‌രിബിന് ശേഷം കൊടുക്കുന്നതും മഗ്‌രിബിന് മുമ്പ് കൊടുക്കുന്നതും തമ്മിൽ ഉത്തമത്തിൽ യാതൊരു വ്യത്യാസമില്ല. ഉത്തമം രണ്ടും കണക്ക് തന്നെയാണ്. ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടി വരുന്ന അത്ര. അപ്പൊ കുറെ നേരത്തെ കൊടുക്കുമ്പോ ഇങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പല പണ്ഡിതന്മാർ, ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് മാസം കണ്ടിട്ടാണ് കൊടുത്താൽ മതി, അതല്ലേ നല്ലത് എന്ന് പറയും. അത് നല്ലത് അതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫിഖ്ഹിൽ അതിന് ഒരു പ്രത്യേക ഹുക്മുണ്ട്. അതൊരു അഫ്ളലായ ടൈം അതാണ്, അതിന് കൂടുതൽ കൂലിയുണ്ട്. അസ്തമിച്ചതിന് ശേഷം ആകുമ്പോൾ, അസ്തമിക്കുന്നതിന് മുമ്പാകുമ്പോൾ കൂലി കുറയും എന്നൊരു പ്രത്യേകത ഒന്നും അതിലില്ല. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം ഫുഖഹാക്കളാരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ആളുകള് അവരുടെ സക്കാത്ത് ആ ഹോസ്പിറ്റൽ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് കൊടുക്കണം. സൂര്യാസ്തമയത്തിന്റെ സമയത്ത് ഒരാൾ ഉദാഹരണം മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത്, അയാളുടെ ഫിത്ർ സക്കാത്ത് മഞ്ചേരി പരിസരത്തായിരിക്കണം കൊടുക്കേണ്ട. നാട്ടിൽ കൊടുത്താൽ പറ്റൂല ഷാഫി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായ പ്രകാരം. എന്നാൽ നമുക്ക് അവിടെ അവകാശികളെ കണ്ടെത്തി കൊടുക്കാൻ പ്രയാസമാണ്, വിഷമമുണ്ട്. അങ്ങനത്തെ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട രണ്ടാം ഷാഫി എന്ന പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങളുടെ അഭിപ്രായം പിടിച്ചുകൊണ്ട് നമുക്ക് നാട്ടിൽ കൊടുക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലോ അയൽവാസികളിലോ സക്കാത്തിന് അവകാശപ്പെട്ട ആളുകൾ അത്യാവശ്യമുള്ള ആളുകളുണ്ട്. വളരെ നമ്മുടെ സക്കാത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇമാം നബവി തങ്ങളുടെ വാക്കെടുത്തുകൊണ്ട് ചെയ്യൽ നല്ല കാര്യമാണെന്ന് വരെ നമ്മുടെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് സത്തിന്റെ സക്കാത്തിന്റെ അവിടെ ഉണ്ട്. ധാർമ്മ ഗൾഫിൽ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. ഗൾഫിലേക്കാൾ കൂടുതൽ സക്കാത്തിന്റെ അവകാശികളുണ്ട്, തൊട്ടടുത്ത അയൽവാസികളുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അവരൊക്കെ എന്റെ സക്കാത്തിനെ പ്രതീക്ഷ നിൽക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നബി ഇമാമിന്റെ വാക്കെടുത്തുകൊണ്ട് നാട്ടിൽ കൊടുക്കൽ നല്ലതാണെന്ന് വരെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുടുങ്ങിയ സമയത്തൊക്കെ നമ്മുടെ മതബിൽപ്പെട്ട വേറെ മതബൊന്നല്ലല്ലോ, നമ്മുടെ മതബിൽപ്പെട്ടത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങള്. എന്ന് മാത്രമല്ല, നമ്മുടെ മതബിൽ വളരെ പ്രാധാന്യം കൊടുക്കപ്പെടുന്ന വാക്കാണ് ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങളുടെ വാക്ക്. ആ നബി ഇമാമിന്റെ വാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മദ്ഹബ് മാറുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യണം, നബി ഇമാമിന്റെ വാക്ക് പിടിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഗൾഫിലുള്ള ഹോസ്പിറ്റലിലെ ആളുകൾക്കൊക്കെ അവിടെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞവർ മഞ്ചേരിയിലേക്ക് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് സാധനങ്ങൾക്ക് വാങ്ങാൻ പോയ ആളുകൾക്ക് ഇനി പറഞ്ഞ അവിടെ സക്കാത്തിന്റെ അവകാശങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനത്തെ സമയത്ത് നബി ഇമാമിന്റെ വാക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് നാട്ടിലേക്ക് കൊടുക്കാം. എന്നാലും നമ്മൾ കഴിവിന്റെ പരമാവധി അസ്തമയത്തിന്റെ സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുക. എന്നാ പിന്നെ ഈ ഒരു വെല്ലടങ്ങാറൊന്നും അവിടെ വരൂലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അൽഹംദുലില്ലാഹ്. അപ്പോ പിന്നെ മറ്റൊരു ഡൗട്ട്, എല്ലാവരുടെയും ഡൗട്ട്, സക്കാത്തിന്റെ അരി കിട്ടിയ അരിയിൽ നിന്ന് ആ അരി എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ഒരുപാട് വരുന്ന മറ്റൊരു ചോദ്യം. അത് കൊടുക്കാൻ പറ്റും. എനിക്ക് സക്കാത്തിന്റെ അരി, ഞാൻ ഉദാഹരണം പറഞ്ഞ ഞാൻ സക്കാത്തിന്റെ അവകാശിയാണ്. എനിക്ക് കുറച്ച് സക്കാത്തിന്റെ അരി എന്തെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ട്. അത് എന്റെ കയ്യിലെത്തിയോടെ എന്റെ അരിയായി. അതെടുത്തിട്ട് എനിക്ക് സക്കാത്തും കൊടുക്കാം, അത് വിറ്റ് കാശാക്കാം, വേറെ ആർക്കും സ്വതം കൊടുക്കാം, എന്തും ചെയ്യാം. ഇനി വേറെ നടക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ തൊട്ടടുത്തൊരു അയൽവാസിയുണ്ട്. അയാളും മിസ്കീനാണ്, ഞാനും മിസ്കീനാണ്. രണ്ടാളും സക്കാത്തിന്റെ അവകാശികളാകുന്ന സമയത്ത് ഞാൻ എന്റെ സക്കാത്ത് അയാൾ കൊടുത്തു. മറ്റേ 2.5 ഇടങ്ങായി അതാ ഒരു സഹായം ഞാൻ എന്ത് ചെയ്ത് അങ്ങോട്ട് കൊടുത്തു. അതന്നെ അയാൾ ആ അരി എന്നെ പറ്റുമോ? എന്നാലും പറ്റും. കാരണം എന്തുകൊണ്ട് ഞാൻ അയാൾക്ക് അത് കൊടുത്തു, അതോടുകൂടെ അയാളുടെ സ്വത്തായി മാറി. ഇനി അയാൾ എന്ത് ചെയ്യാണ്, അത് എനിക്ക് ഇങ്ങോട്ട് സക്കാത്തായിട്ട് ഇങ്ങോട്ട് തരികയാണ്. അങ്ങനെയാണെങ്കിലും സക്കാത്ത്. അപ്പൊ ഞാൻ കൊടുത്ത അതേ അരി തന്നെയാണ് ഇങ്ങോട്ട് തരുന്നത്. എന്നാലും ശരി, അത് സക്കാത്തായിട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ പണ്ഡിതന്മാർ പലരും ഇങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം കമ്മിറ്റി കൊടുക്കുമ്പോ വരുന്നുണ്ട്. അതെന്താ, കമ്മിറ്റി ആദ്യം എന്തല്ല സക്കാത്തിന്റെ അവകാശമല്ല, സക്കാത്തിന്റെ അവകാശത്തിന്റെ കയ്യിലെത്തിയിട്ടില്ല. അതായത് സക്കാത്ത് കമ്മിറ്റിയിൽ കൊടുക്കുമ്പോ ഇങ്ങനെ പ്രശ്നം വരാറുണ്ട് എന്ന് പലരും നമ്മളെ ആലിമ്യങ്ങളൊക്കെ പറയാറുണ്ട്. എങ്ങനെ ഉദാഹരണം പറയാൻ, നമ്മളിപ്പോ സക്കാത്ത് കമ്മിറ്റിയിൽ ഞാൻ കാശ് കൊടുത്തു, ഞാൻ സക്കാത്തിന് അവകാശമൊക്കെ, ഞാൻ നാട്ടിൽ മിസ്കിമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. സക്കാത്ത് കമ്മിറ്റിയിലേക്ക് ഞാൻ അരി കൊടുത്തു. അവരെന്ത് അരി ഇങ്ങനെ സക്കാത്ത് കൊടുത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എനിക്ക് കൊണ്ടുവന്നെന്താ, ഞാൻ കൊടുത്ത അരി കിട്ടുന്നു. എന്റെ സക്കാത്ത് കൂടൂല. കാരണം എന്റെ സക്കാത്ത് യഥാർത്ഥത്തിൽ അവകാശികളുടെ കയ്യിലെത്തിയിട്ടില്ല. അവകാശിയുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാരെ കയ്യിലെത്തി അവരെന്നെ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ കൊടുത്ത അരി അതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിൽക്കാണ്, സക്കാത്ത് കൊടുക്കുക. അതേസമയം സക്കാത്തിന്റെ അരി ഞാൻ എടുത്തിട്ട് അവകാശിന്റെ കൈ കൊടുത്തു, ഓരോ കയ്യിലെത്തി. അവരെ കയ്യിലെത്തിയ അരി എന്ത് ചെയ്തു, അവരെടുത്തിട്ട് എനിക്ക് തന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യില്ല, പ്രശ്നം വരില്ല. അതേസമയം ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലത്ത്, ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന സ്ഥലത്ത് ഭരണാധികാരി ഏൽപ്പിക്കുന്ന സക്കാത്തിന്റെ ആമിലുണ്ട്, പിരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അയാളെ കയ്യിൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ഈ സക്കാത്ത് വിതരണം ചെയ്തപ്പോൾ അത് നമുക്ക് കിട്ടി, കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട്, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുടെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ കയ്യിൽ കിട്ടിയതാണ്. അതുകൊണ്ട് അത് കടപ്പാട് വീട്ടിട്ടുണ്ട്. അതാണ് അവിടെ നടക്കുന്ന പ്രശ്നം. സക്കാത്തിന്റെ അവകാശികള് ആരെല്ലാമാണ്? ഒന്ന് ഫക്കീർ, അഥവാ അവന്റെ വരുമാനം അവന്റെ ഒരു ദിവസത്തെ ചെലവിലേക്കുള്ള ഒരു പകുതി പോലും എത്തുന്നില്ല, അതിന്റെ താഴെ അവന് വരുമാനമുള്ളൂ. അത്തരം ആളുകളാണ് ഫക്കീർ.
രണ്ടാമത്തെ മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാല് അത് കിട്ടുന്നുണ്ട്, പക്ഷെ അത് എത്തുന്നില്ല. ഉദാഹരണം പറയാണ്, അവന്റെ ഒരു ദിവസത്തെ ചെലവിലേക്ക് ഒരു ദിവസം ഒരു 100 റുപ്യ ആവശ്യമുണ്ട്, ഒരു 90 റുപ്യൊക്കെ കിട്ടുന്നുള്ളൂ, ഒരു 10 രൂപന്റെ ഒക്കെ കുറവുണ്ട്. അങ്ങനത്തെ ഒരു മിസ്കീൻ. അപ്പൊ ചെലവ് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല കേട്ടോ. പലരും കുറെ തെറ്റിദ്ധരിച്ചിന്. ചിലരൊക്കെ വലിയ കാര്യമായിട്ട് എവിടെ നിന്ന് മിസ്കിമാര് ആർക്കെന്ന് പറയാം, ഭക്ഷണത്തിന് ഒപ്പില്ലാത്ത പ്രയാസമില്ലാത്തവര്, പിന്നെ മക്കളെ കെട്ടിക്കാന് അതിന് അങ്ങനെ കെട്ടിക്കൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? പണ്ട് മണം കൊടുത്താണ് പറഞ്ഞ് കെട്ടിക്കൽ, സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കൽ ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നായിക്കോട്ടെ നബ്ബം കെട്ടാൻ വരും അങ്ങനത്തെ ഇല്ല. ഇന്നൊരു മക്കളെ കെട്ടിക്കണമെങ്കിൽ പണ്ടം പണം കൊടുക്കണം, അത് അവന്റെ ആവശ്യമാണ്. ഇനി വീട് ഓരോരുത്തരുടെ അനുയോജ്യമായ വീട്, ഓരോ ഫാമിലിന്റെ നിലവാരം ഉണ്ടാവില്ല, ആ നിലവാരത്തിനനുസരിച്ചുള്ള വീട്. അതൊന്നും ഒരിക്കലും ദൂരത്തെന്ന് പറഞ്ഞൂടാ. ചിലരൊക്കെ പറയുന്നത് വലിയ വീടല്ലേ വെച്ചിന്, അത് വലിയ വീട് പറഞ്ഞാൽ വലിയ വീട് വെക്കണ്ട. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ പെട്ടവനാണോ അവനോ വലിയ വീട് വെക്കണം. അത് ദൂരത്തുനിന്ന് ഇസ്ലാം ഒരിക്കലും അതിനെ പറ്റി ദൂരത്തുനിന്ന് പറഞ്ഞിട്ടില്ല, അത് അനാവശ്യമായിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതേസമയം ആവശ്യത്തിന്റെ അപ്പുറം ഉണ്ടാക്കുമ്പോഴാണ് കുറെ അനാവശ്യമായ ദൂരത്തടിക്കലാണ് ഇസ്ലാമിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു അവനോട് യോജിച്ചൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് അവന് പൈസ ഇല്ല, അവൻ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ പെടും. സക്കാത്തിന്റെ അവകാശിയാണ്. മകളെ കെട്ടിക്കാൻ പണത്തിന് ആവശ്യമുണ്ട്, പണമില്ല, സക്കാത്തിന്റെ അവകാശിയാണ്, മിസ്കീനാണ്. ഒരാൾക്ക് മറ്റേ ഓപ്പറേഷൻ ഉണ്ട്, രോഗമുണ്ട്, ഓപ്പറേഷന് ഒരുപാട് പൈസക്ക് ആവശ്യമുണ്ട്, ആ പൈസ അവന്റെ കയ്യിലില്ല, അവൻ സക്കാത്തിന്റെ അവകാശിയാണ്. പിന്നെ കച്ചവട ബിസിനസ് ഒക്കെ ഉണ്ട്, വിചാരിച്ചിട്ട് ഒരാൾക്ക് കപ്പലുണ്ടെങ്കിൽ വരെ മിസ്കീനാവുന്നതാണ് പത്തുമീൽ പറഞ്ഞു അല്ലേ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ഒരു കപ്പലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, കാന്തലി മസാക്കീന. ആ കപ്പലിനെ പറ്റി പറഞ്ഞ മിസ്കിമാരുടേതായിരുന്നു കപ്പല്. ഈ ആയത്തിന്റെ തഫ്സീർ എടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, കപ്പലുണ്ടായെന്ന് വിചാരിച്ചിട്ട് മിസ്കീനാവുന്നതിനോട് എതിരല്ല. വലിയ കപ്പലുണ്ടായാലും മിസ്കീനാ, പിന്നെ വലിയ കച്ചവടം ഉണ്ടായാലും. അപ്പൊ അതൊന്നും മിസ്കീനെതിരല്ല, അവരുടെ ആവശ്യങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തിന്നലും കുടിക്കലും മാത്രമല്ല, അവന്റെ നിലവാരത്തിനോടൊത്ത വീട്, അവന് ഒരു വാഹനം ആവശ്യമാണ്. ഈ വാഹനം അതുകൊണ്ട് ആവശ്യം തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവുമല്ലോ. പല സ്ഥലത്തേക്ക് യാത്ര പോകേണ്ട ആള്, ഒരു കാർ ആവശ്യം ഉണ്ടാവും, അത് അവന്റെ ആവശ്യമാണ്. അതേസമയം ഒരു പ്രൗഢിയുടെ ഭാഗമായിട്ട് വലിയ കാർ വാങ്ങുക, അത് ആവശ്യമില്ല, അതിന്റെ പ്രൗഢിയാണ്. ആ പ്രൗഢിയുടെ ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല, ആ ഇസ്ലാമിന്റെ ആവശ്യം. അപ്പൊ ആ ആവശ്യങ്ങൾക്ക് തികയാത്തവരൊക്കെ മിസ്കിമാരാണ്. പിന്നെ കടം കൊണ്ട് വലഞ്ഞവർ എന്ന ഹലാലായ മാർഗത്തിലൂടെ, അനുവദനീയമായ മാർഗത്തിലൂടെ കടം വാങ്ങിയ ആളുകള്, അത് സ്വന്തം വീട്ടിലെ ചെലവുകൾക്ക് വേണ്ടിയിട്ട് ഇല്ലേ, മകളുടെ മറ്റേ കല്യാണത്തിന് വേണ്ടി കടം വാങ്ങിയവര്, വീട് വെക്കാൻ വേണ്ടി കടം വാങ്ങിയവര് ഒക്കെ, അതേസമയം ദൂരത്തടിക്കാൻ വേണ്ടി കടം വാങ്ങി. വീട് അത്യാവശ്യം പറ്റിയ വീടുണ്ടെങ്കിൽ ആ വീടൊന്നും കൂടി മേലൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇല്ലേ, വീടിന് മുന്നിലൊക്കെ എന്റെ കട്ട വധിക്കണം, അതിന് കുറച്ച് പൈസ ആവശ്യം, അതിന് കടം വാങ്ങി. അതൊന്നും പറ്റൂല, അതൊക്കെ ആവശ്യത്തിന്. അപ്പൊ ആവശ്യത്തിന് വേണ്ടി വലിയ ജനങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ മസ്ലാത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി, അല്ലെ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മഅദനി സാഹിബിന് എന്ത് ചെയ്തു, ജയിലടക്കപ്പെട്ടു, അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കടം വാങ്ങിയ ഒരാള്. ഇതല്ലേ, അങ്ങനെയാണെങ്കിൽ സക്കാത്ത്. അതേസമയം ഒരാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാക്കി ചെയ്ത് എന്നിട്ട് അയാൾക്ക് സക്കാത്ത് വാങ്ങാം, പറ്റൂല. അപ്പൊ സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. പള്ളിക്ക് മദ്രസക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റൂല. ഇത്ര സക്കാത്തല്ല, ഏത് സക്കാത്ത് കൊടുത്താലും വിടൂല പള്ളിക്ക് മദ്രസക്ക് വേണ്ടിയിട്ട്. അതേസമയം പള്ളിക്ക് മദ്രസക്ക് വേണ്ടിയിട്ട് ഒരാൾ കടമാണ്. പള്ളിന്റെ സെക്രട്ടറി പള്ളിക്കത്തെ ഉസ്താദ്മാർക്കൊന്ന് ശമ്പളം കൊടുക്കാൻ ഒപ്പില്ലാത്തോണ്ട് സെക്രട്ടറി എന്ത് ചെയ്തു, കടം വാങ്ങി ആൾക്കാരത്തുനിന്ന്. ഇപ്പൊ കടക്കാരനാണ്. അവന് കടം വാങ്ങിയത് എന്താ, പള്ളിന്റെ ആവശ്യത്തിന്, പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് കടം വാങ്ങിയത്. ആ ആവശ്യത്തിന് വേണ്ടി അവൻ സ്വന്തമായിട്ട് കടം വാങ്ങി, അവന്റെ പേരിൽ കടം വാങ്ങി. ഇപ്പൊ കടം കൊണ്ട് പറഞ്ഞവനാണ്. എന്നാൽ ആ വകുപ്പിൽ എന്ത് ചെയ്യാ, അവന് സക്കാത്ത് വാങ്ങാം. ഞാൻ ഓന് ഇഷ്ടംപോലെ സ്വത്തുണ്ട്, മുതലുണ്ട് ഇവിടെ, ആയിക്കോട്ടെ, എന്നാലും സക്കാത്ത് വാങ്ങാം. സെക്രട്ടറിക്ക് ഇവിടെ കോടീശ്വരനാണ്, കോടിക്കണക്കിന് സ്വത്തുണ്ട്. പക്ഷെ ഓമയുടെ കടം വാങ്ങി എന്തിനു വേണ്ടി, പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി, സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അവന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അവന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ കടക്കാരൻ എന്ന നിലക്ക് അവന് സക്കാത്ത് വാങ്ങാം. അത് ഫിത്ർ സക്കാത്തും വാങ്ങാം, മറ്റുള്ള സക്കാത്തും വാങ്ങാം. പക്ഷെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ പുതുസ്ലാമികളായ ആളുകൾ, മുഅല്ലഫത്ത് ഖുലൂബ്, പുതുസ്ലാമികളായ ആളുകൾ, ഇസ്ലാമിലേക്ക് അടുത്ത് കടന്നു വന്ന ആളുകൾ, അത് മുതലാളിമാരാണെങ്കിൽ ശരി, അവർക്ക് എന്തെങ്കിലും സക്കാത്ത് കൊടുക്കാം. പിന്നെ യാത്രക്കാരായ ആളുകൾ, മുസാഫിരീങ്ങളായ ആളുകൾ, അവരിങ്ങനെ ഒരു മുസാഫിറായ ആള് പോകുന്നു, നമ്മുടെ നാട്ടിൽ ഇപ്പം അയാൾ ഇവിടെ പെട്ടിട്ടുണ്ട്, അയാള് ഒരു മുസാഫിറായി നിൽക്കണം, എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സക്കാത്ത് കൊടുക്കാം. പിന്നെ സക്കാത്തിന്റെ അവകാശികള്
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ അവരാണ് പറ്റുന്നത്. പിന്നെ സക്കാത്ത് പിരിവ് ആമിലീന അലിഹ, സക്കാത്തിന്റെ ജോലിക്കാരായ ആളുകൾ. അതൊന്നും ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഈ 5 മറ്റേ അവകാശികളാണ് കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത്. അവർ നമ്മൾ കൂടുതൽ പരിഗണിച്ചു കൊടുക്കാവുന്ന. അത്യാവശ്യം എന്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങൾ വന്നതും ഉസ്താദിന്റെ ശ്രദ്ധയപ്പെട്ടതൊക്കെ ഉസ്താദ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതൊക്കെ നീ സ്വാലിഹ് അമലായി ഖബൂലാക്കണേ റഹ്മാനെ. എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഫിത്ർ സക്കാത്തുകൾ മറ്റുള്ള സക്കാത്തുകളൊക്കെ അതിന്റെ കണക്ക് പോലെ മുറ പോലെ വീട്ടാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് സക്കാത്ത് വീട്ടാത്ത ആളുകളാക്കി ആഖിറത്തിൽ നരകത്തിൽ ഞങ്ങൾ വെന്തുരുകുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ല റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഈ മഹത്തായ ഫിത്ർ സക്കാത്ത് ഒരു പഠനം എന്ന വിഷയത്തിലെ നമുക്ക് നല്ല വിശാലമായി നല്ല മനോഹരമായി ക്ലാസ് എടുത്തു തന്ന നമ്മുടെ സംശയങ്ങളൊക്കെ തീരുന്ന രൂപത്തിൽ തന്നെ നമുക്ക് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ക്ലാസ് എടുത്തു തന്ന പ്രിയപ്പെട്ട ഉസ്താദ് നജ്മുദ്ദീൻ മിസ്ബാഹി ഉസ്താദ് പത്തപിരിയം, അല്ലാഹു ഉസ്താദിന്റെ ആഫിയത്തും റാഹത്തും ദീർഘായുസ്സും ബറക്കത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അൽഹംദുലില്ലാ, അറിവ് നിലാവ് മജ്ലിസിന്റെ പേരിലെ എല്ലാവിധ സന്തോഷങ്ങളും പ്രാർത്ഥനയോടുകൂടെ നന്ദിയായി ഉസ്താദിന്റെ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നിന്ന് നേരുകയാണ്. ഉസ്താദിന്റെ കുടുംബത്തിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു ഖൈറും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ഭാര്യ, അവിടുത്തെ കുടുംബങ്ങൾ, അവിടുത്തെ മക്കള് അല്ലാഹു അവർക്കൊക്കെ നല്ല റാഹത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് സേവനം ചെയ്ത ധാരാളം മഹല്ലുകളുണ്ട്. അവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപ്രകാരം ഉസ്താദ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാറുൽ മുസ്തഫ എന്ന മഹത്തായ സ്ഥാപനം അല്ലാഹു ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ധാരാളം ആളുകളുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്ക് ലൈവിലും ഈ പ്രോഗ്രാം വീക്ഷിച്ച ഒരുപാട് ആളുകളുണ്ട്. സംശയങ്ങൾ ചോദിച്ചവര്, ഇൻഷാ അല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്, ആമീൻ പറഞ്ഞവര്, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റമദാൻ നമ്മളോട് വിട പറയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അല്ലാഹു റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടുകൂടെ ഇന്നത്തോടുകൂടെ പെരുന്നാളിന് അൽഹംദുലില്ലാ പെരുന്നാളിന്റെ രാവാണ്. പെരുന്നാൾ രാവ് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള 5 രാവുകളിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എണ്ണിയ രാവാണ് പെരുന്നാൾ രാവ്. ചെറുപെരുന്നാളും വലിയ പെരുന്നാളിന്റെ രാവും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാവാണ്. തക്ബീർ കൊണ്ട് നമ്മുടെ വീടുകളൊക്കെ പ്രകാശിപ്പിക്കേണ്ട രാവാണ് ഇന്നത്തെ രാവ് എന്നുകൂടി പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തി ദുആകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആ ചെയ്യാം. അല്ലാഹു നമുക്കൊക്കെ വലിയ ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇപ്പോ ദാറുൽ മുസ്തഫ എന്ന മഹത്തായ കോളേജിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് 60-ലേറെ മുതഅല്ലിമീങ്ങൾക്ക് ഇപ്പോ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ്. അല്ലാഹു ഉസ്താദ് അവർക്ക് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സു നൽകട്ടെ. ആ മഹാനായ ഉസ്താദിന്റെ പ്രഗൽഭ ശിഷ്യന്മാരിൽപ്പെട്ട വലിയ ഒരു ശിഷ്യനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ മിസ്ബാഹി ഉസ്താദ് അവർക്ക്. അല്ലാഹു റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറെ ആളുകൾ ദുആ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ രാത്രി എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ നമ്മുടെ പൂമ്പാറ്റ കുഞ്ഞു മക്കളുടെ തക്ബീർ രാവ് ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഉണ്ടായിരിക്കും എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി. 8:30 തക്ബീർ രാവ് തുടങ്ങും. എല്ലാവരും പങ്കെടുക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി. എല്ലാവരോടും ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞതുപോലെ ഫിത്ർ സക്കാത്തിന്റെ വിഷയം എല്ലാവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അത് നൽകേണ്ടതും ആ നിയ്യത്തിന്റെ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും
ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل وسلم على جميع الأنبياء المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله تعالى وبركاته.